ഗദ്യത്തിലെ കാവ്യാത്മകത എന്ന ഈ വിഷയം കുറച്ച് നാളായിട്ട് ഞാൻ എൻ്റെ വായനയിൽ ഇവിടെ ഇങ്ങനെ ഒരു ചിന്തയായിട്ട് തുടങ്ങിയതാണ്. പലതും വായിക്കുമ്പോഴും കഥയോ ചെറുകഥയോ നോവലോ അങ്ങനത്തെ ഒരു സാഹിത്യ സൃഷ്ടിയല്ല, എന്ത് വായിക്കുമ്പോഴും അതിലെന്താണ് എന്നെ ആകർഷിക്കുന്നത് എന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പം അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു ഐഡിയ ഉരുത്തിരിയുകയും മറ്റേ നമ്മുടെ 10ാമത് വാർഷികത്തോടനുബന്ധിച്ചുള്ള ഒരു സെഷനായിട്ട് അത് നടത്താം എന്നുള്ള ഒരു ആലോചനയിൽ കുറച്ച് എന്തൊക്കെയോ കുത്തിക്കുറിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ ഉല്ലാസത്രയും ആമുഖമായിട്ട് പറഞ്ഞുകൊണ്ട് പറയട്ടെ, ഇത് അത്രയും ബുദ്ധിമുട്ടി പ്രയത്നിച്ചൊന്നും ചെയ്ത ഒരു സെഷനൊന്നുമല്ല, തട്ടിക്കുട്ടി ചെയ്തതാണ്. പിന്നെ അതിൽ പലതും ഇംഗ്ലീഷിൽ ആണ് ഉള്ളത്. അത് ഈ പറഞ്ഞ പോലെ ചെറിയ ടെക്നിക്കൽ ബുദ്ധിമുട്ടുകൾ കാരണം, മലയാള ലിപികൾ ടൈപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം അതങ്ങനെ തന്നെ വയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എങ്കിലും എനിക്ക് മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പലതും ഞാൻ വിവരിക്കുന്നു. അപ്പോൾ പ്രധാനമായിട്ടും ഉല്ലാസം ഇവിടെ സൂചിപ്പിച്ച പോലെ എന്തുകൊണ്ടാണ് കാവ്യാത്മകമായിട്ടുള്ള എഴുത്ത് നമുക്ക് കൂടുതലും ആകർഷണീയമായിട്ട് തോന്നുന്നത്, എന്തുകൊണ്ടത് നമുക്ക് വായിക്കാനൊരു താല്പര്യം കൂടുതലായിട്ടും അത് ഓർമ്മയിൽ നിൽക്കാനും നമ്മളെ സഹായിക്കുന്നത് എന്താണ് അതിലെ കാവ്യാത്മകത എന്നുള്ള ഒരു അന്വേഷണത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും കണ്ട് പരിചയിച്ച ചില നമ്മുടെ നിർവചനങ്ങളിലൂടെ പോവാം. അവിടെ നിന്ന് തുടങ്ങാമെന്ന് ഇരിക്കണു, ബോറടിക്കുമെങ്കിലും. അപ്പോൾ പദ്യം ഗദ്യം അത് രണ്ടാണ് എന്ന് നമ്മൾ സ്ഥാപിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിനും നിർവചനങ്ങളുണ്ട്. അപ്പം ഞാൻ മോഡേൺ ആധുനികമായിട്ടുള്ള നിർവചനം എന്താണ് എന്ന് ഒന്ന് നോക്കിയപ്പോൾ, ഒരു ഡിക്ഷണറി എടുത്ത് നോക്കിയപ്പോൾ കണ്ട് അത്ഭുതപ്പെടുത്തി. കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പറയുന്നു, പ്രോസ് എന്ന് പറയുന്നത് സാധാരണ എഴുതുന്ന റിട്ടൺ ലാംഗ്വേജിൽ എഴുതുന്ന എന്തോ ഒരു സാധനം, അത്രയേ ഉള്ളൂ. അത് അതർ ദാൻ പോയിട്രി എന്ന് പറയുന്നുണ്ട്. അപ്പം അത് നിശ്ചയമായിട്ടും അതിൽ പദ്യാംശമില്ലാത്തതാണ് എന്നുള്ള അർത്ഥത്തിലാണ് അവർ അത് ഉപയോഗിച്ചിരിക്കുന്നത്. അതേസമയം പോയിട്രിയെ കുറിച്ച് പറയുന്നുണ്ട്, ഇറ്റ്സ് എ ലിറ്റററി വർക്ക് എന്ന് പറയുന്നുണ്ട്. എക്സ്പ്രഷൻ ഓഫ് ഫീലിങ്സ് നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നമ്മുടെ വിചാരങ്ങളുടെ ഒരു പ്രതിഫലനം അതിലുണ്ട് എന്നുള്ള കാര്യം. അതുപോലെ ഈ നമ്മുടെ ആശയങ്ങൾക്കുള്ള ഒരു തീവ്രമായിട്ടുള്ള ഒരു പ്രതിഫലനം അതിൽ കാണുന്നുണ്ട്, റിഥം. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെങ്കിലും ഇത്രയും വിശദീകരിച്ച് ഓക്സ്ഫോർഡ് ഡിക്ഷണറി പദ്യത്തിൻ്റെ നിർവചനം തരികയും അതേസമയം ഡിക്ഷണറി പ്രോസിനെ കുറിച്ച് പറയുന്നു, അത് പദ്യമല്ലാത്ത എന്തോ ആണ് എന്ന് പറയുന്നു. പക്ഷെ എങ്കിലും ഇത് രണ്ടും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള രണ്ട് റൈറ്റിംഗ് സ്റ്റൈൽ ആയിക്കോട്ടെ, എങ്കിലും ഒരുപാട് ഓവർലാപ്പിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും അതിലുണ്ട്, ഈ രണ്ടിലും അടങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത്. വിവിധം വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന എല്ലാവർക്കും അത് ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഈ ഡെഫിനിഷൻ വീണ്ടും അതിലേക്ക് വരികയാണ്. പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, പുതിയതായിട്ടൊന്നുമില്ല. എങ്കിലും ഈ 3 നിർവചനങ്ങൾ 2 ഭാഗത്തായിട്ട് കൊടുക്കാൻ കാരണം, ആദ്യത്തെ നിർവചനം വേർഡ്സ്വർത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള നിർവചനമാണ് പോയിട്രിയെ കുറിച്ചിട്ടുള്ള. അപ്പം അതിൽ പറയുന്നത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിങ്സ് എന്ന് പറയുന്ന ആ നിർവചനം ഒരു എഴുത്തുകാരൻ്റെ വീക്ഷണകോണിൽ കൂടിയുള്ള നിർവചനമാണ്. ഒരാൾ എഴുതുന്ന ആൾ അതെങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. പക്ഷേ മറ്റു രണ്ടും, എമിലി ഡിക്കിൻസണും ഡിലൻ തോമസും രണ്ടും എനിക്കിഷ്ടപ്പെട്ട 2 പോയറ്റ്സ് ആണ്. രണ്ടുപേരും പറയുന്നത് അവർ വായനയുടെ അനുഭവത്തിൽ നിന്നുള്ള നിർവചനം. അപ്പോൾ അതിൽ എമിലി ഡിക്കിൻസൺ പറയുന്നു, ഇഫ് ഐ റീഡ് എ ബുക്ക് ആൻഡ് ഇറ്റ് മേക്സ് മൈ ബോഡി സോ കോൾഡ്, നോ ഫയർ എവർ ക്യാൻ വാം മീ, ഐ നോ ഇറ്റ്സ് പോയിട്രി. അപ്പം അങ്ങനെ പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മളെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. അതിൽ ഈ വായിക്കുന്ന വരികൾ നമ്മളിലും ഉണ്ടാക്കുന്ന അനുഭൂതിയുടെ കാര്യമാണ് അതാണ് അതിൽ പദ്യമായിട്ട് നിർവചിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഗദ്യത്തിൽ എഴുതുന്നത് തീർച്ചയായിട്ടും പദ്യമാവാം അല്ലേ. രണ്ടാമത് ഡിലൻ തോമസ് പറയുന്നു, പോയിട്രി ഈസ് വാട്ട് മേക്സ് മീ ലാഫ് ഓർ ക്രൈ ഓർ യോൺ, വാട്ട് മേക്സ് മൈ ടോണിയൽസ് ട്വിങ്കിൾ, വാട്ട് മേക്സ് മീ വാണ്ട് ടു ഡു ദിസ് ഓർ ദാറ്റ് ഓർ നത്തിങ്. അപ്പം അതിൽ 2 കാര്യമുണ്ട്. ഒരു പ്രേരണ, ഒരു അനുഭൂതി, അതോടൊപ്പം തന്നെ ഒരു പ്രേരണ, എന്തെങ്കിലും ചെയ്യാനോ ചെയ്യാതിരിക്കാനോ ഉള്ള ഒരു പ്രേരണ കൂടെ പദ്യത്തിൻ്റെ അംശമായിട്ട് ആ ഒരു നിർവചനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് വീണ്ടും ഒന്നും കൂടെ റീഹാഷ് ചെയ്യാൻ തീരുമാനിച്ചു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ, ഈ 2 രചനകളിലും പല ഉപാധികളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് അറിയാവുന്ന ഉപാധികൾ തന്നെയാണ്, ഉപമ, ഉൽപ്രേക്ഷ അല്ലെങ്കിൽ രൂപകം, അങ്ങനെ പല ഉപാധികൾ 2ലും വരുന്നുണ്ട്. പക്ഷെ ഈ ഗദ്യരചനയിൽ വരുന്ന ചില ഉപാധികൾ
പദ്യത്തിൽ ഉപയോഗിക്കുന്ന ഉപാധികളുമായിട്ട് കലർത്തുമ്പോൾ വരുന്ന ചില പ്രത്യേക അനുഭൂതി ആ രചനയിൽ നമുക്ക് കാണാൻ കഴിയും. വായനയിൽ നിന്ന് നമുക്ക് എടുത്തിട്ട്. ഇപ്പോൾ ഉപാധികളെ കുറിച്ച് പറയുമ്പോൾ സാധാരണ കാണുന്ന ഉപാധികൾ ഈ അലിട്രേഷൻ, റെസൊണൻസ്, കൺസൊണൻസ്, എൻജോയ്മെന്റ് റൈമിംഗ്, ഇതൊക്കെ നമ്മൾ സാധാരണ ബേസിക് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. നമ്മൾ എല്ലാ പദ്യത്തിലും കാണുന്ന കാര്യങ്ങളാണ്. ഖരാക്ഷരങ്ങളുടെ ഒരു എന്താ പറയുക റെപ്പിറ്റേഷൻ, അതിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നതിൻ്റെ ഒരു സുഖം, വായനയിൽ വരുന്ന സുഖം. അതുപോലെ തന്നെ വവൽസ്, അതായത് എ ഇ ഐ ഒ യു ഈ ശബ്ദങ്ങളുടെ ഒരു ആവർത്തനം, അതും ഒരു സംഗീതാത്മകത ആ ഒരു രചനയ്ക്ക് കൊടുക്കലുണ്ട്. അത് നമുക്കറിയാം. പിന്നെ ഒരു വരിയിൽ നിന്ന് മറ്റൊരു വരിയിലേക്ക് നീങ്ങുമ്പോഴുള്ള ഒരു സുഖം, ഒരു സംഗീത സുഖം എന്ന് പറയാം. അപ്പം അതും കവിതയായിട്ട് തോന്നും. അതുപോലെ റൈം, അത് നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ്. അപ്പം ഞാനിപ്പോൾ കുറച്ച് പദ്യങ്ങളും ഒരു ഗദ്യത്തിൻ്റെ ഒരു ഭാഗവും എടുത്ത് ഇതിൽ വെച്ചിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടായിരുന്നു നല്ല കാവ്യരചനകൾ ഏതാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു തീരുമാനത്തിലെത്താൻ. എങ്കിലും ഇത് ഫ്രോസ്റ്റിൻ്റെ വേർച്ചസിനെ കുറിച്ചുള്ള ഒരു കവിതയാണ്, 4 വരിയുള്ളൂ. അപ്പം ഇതിൽ ബി എന്നുള്ള ഖരാക്ഷരം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതാണ് അതിൻ്റെ കാവ്യാത്മകത. അത് മാത്രമല്ല, എങ്കിലും അത് ഞാൻ അത് ഒന്ന് കാണിക്കണം. അതായത് കൺസൊണൻസ് എങ്ങനെ, ഖരാക്ഷരങ്ങൾ എങ്ങനെ പദ്യത്തെ ഒരു കാവ്യാത്മകമാക്കുന്നു എന്നുള്ളത്. അപ്പോൾ ബി ഇതിലെ കാണാം. വെൻ ഐ സീ ബേർച്ചസ് ബെൻഡ്. അപ്പോൾ ബേർച്ചസ് ബെൻഡ് എന്ന് പറയുമ്പോൾ അതിലൊരു ലിറിക്കൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി. Across the lines of straighter darker trees, I like to think some boys been swinging them. അപ്പോൾ ഈ ബേർച്ചസ് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ മറ്റ് മരങ്ങൾക്കെതിരെയാണ് ചാഞ്ഞ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ ചാഞ്ഞ് നിൽക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ചെറിയ കുട്ടികൾ വന്ന് അതിൽ ഊഞ്ഞാലാടുന്നതുകൊണ്ടാണ് അത് ചായുന്നത് എന്ന് ഞാൻ കരുതുന്നു. ബട്ട് swinging doesn't bend them down to stay. അത് എത്ര ഊഞ്ഞാലാടിയാലും അത് ചാഞ്ഞാലും അത് ചാഞ്ഞ് നിൽക്കുന്നില്ല എന്നുള്ള അത് പിന്നെ ഇങ്ങനെ നീണ്ടു പോകുന്നുണ്ട് ആ കവിത. അപ്പോൾ ആ ബീൻ്റെ യൂസാണ് അവിടെ ഉദ്ദേശിച്ചത്. പിന്നെ നമ്മുടെ പ്രസിദ്ധമായിട്ടുള്ള ചങ്ങമ്പുഴ കവിത വളരെ ഋതമിൻ്റെ കാര്യത്തിൽ ഇതിലും വലിയൊരു ഉദാഹരണം പറയാൻ വേറെയില്ല. കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചനക്ക. ഇത് അറിയാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല. അത് വായിക്കുമ്പോൾ തന്നെ, ആ വരികളിലൂടെ നമ്മൾ പോകുമ്പോൾ തന്നെയുള്ള അതിൻ്റെ ഒരു ശ്രവണ സുഖം, വായിക്കുമ്പോഴുള്ള സുഖം, അല്ലേ, ലിറിക്കൽ ക്വാളിറ്റി, അതൊരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയാണെന്ന് പറയാം. അപ്പം ഇത് 2 കവിതകളാണ്, നമ്മൾക്കത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് വളരെ പ്രശസ്തനായ JD സാലിംഗർ എന്ന അമേരിക്കൻ എഴുത്തുകാരൻ 1950 മുൻപോ മറ്റോ സീരിയലൈസ് ചെയ്ത നോവലാണ്. അത് പിന്നീട് 50 ഒരു നോവലായിട്ട് അത് പബ്ലിഷ് ചെയ്യാണ് ചെയ്തത്. ഈ നോവലിനെ കുറിച്ച് ഇപ്പോൾ ഇത്രയും വർഷത്തിന് ശേഷം, 100 വർഷത്തിന് ശേഷവും ഈ നോവൽ ഒരുപാട് കൊണ്ടാടപ്പെടുന്ന ഒരു നോവലാണ്. അതിനെക്കുറിച്ച് എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാമെങ്കിലും, അപ്പോൾ ഇതിലെ ഒരു ചെറിയ ഒരു ഭാഗം ഞാൻ ഇവിടെ പകർത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്നും ഇപ്പോൾ പറയുന്നില്ല. നമ്മൾ ഇതിന് ശേഷം ഈ സെഷൻ്റെ അവസാനം നമുക്കിതൊന്ന് രണ്ടാമത് റീവിസിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ ഇതിലെ ചില ഭാഗങ്ങൾ ഞാൻ ഇന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്നെ ആകർഷിച്ച ഭാഗങ്ങളാണ്. ഇതിപ്പോൾ നമ്മൾ ഖരാക്ഷരങ്ങളോ കൺസണൻസിൻ്റെ റെപ്പിറ്റേഷൻ, ആവർത്തനങ്ങളോ റൈമോ അല്ലെങ്കിൽ എൻജോയ്മെന്റ്, അങ്ങനത്തെ ഫ്ലോ, അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് എടുത്ത് പറയാനായിട്ട് ഒരു പദ്യത്തിൻ്റെ ക്വാളിറ്റി ആയിട്ട് ഇതിലൊന്നും പറയാനില്ല. എങ്കിൽ കൂടിയും ഒരാളുടെ ഫസ്റ്റ് പേഴ്സൺ ഒരു അക്കൗണ്ടാണ്. ഈ ഫസ്റ്റ് പേഴ്സണിൽ ഇത് പറയുന്ന ആള് ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ്. പൊതുവേ നമ്മുടെ പൊതുഭാഷയിൽ നമ്മളൊരു ലൂസർ എന്ന് പറയുന്ന ഒരു ടീനേജ്, ഒരു കൗമാരക്കാരൻ. ഈ കൗമാരക്കാരനെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതാണ്. അവൻ്റെ പഠനത്തിൽ തീരെ മോശമായത് കാരണം അവനെ പഠനത്തിൽ നിന്ന് പുറത്താക്കുക. അവന് ജീവിതത്തിലൊരു നൈരാശ്യമാകക്കൂടെ ഒന്നിലും ആവാൻ കഴിയുന്നില്ല. ഇംഗ്ലീഷിനൊഴികെ എല്ലാ വിഷയങ്ങളിലും തോറ്റത് പ്രമാണിച്ചൊരു പ്രശസ്തമായ സ്കൂളിൽ നിന്ന് അവനെ പുറത്താക്കി. അപ്പോൾ അവൻ നോക്കുമ്പോൾ അവന് തോന്നുന്നത് ഈ ലോകം മുഴുവനും, വളർന്ന മുതിർന്നവരുടെ ലോകം മുഴുവനും കാപട്യം നിറഞ്ഞതും ഒരുപാട് എന്താണ് പറയുക, പൊങ്ങച്ചൻ കാണിക്കുന്നതും ഒക്കെ ആണെന്നുള്ള ഒരു വിചാരം അവൻ്റെ മനസ്സിൽ കടന്നുകൂടുകയും ഇവൻ കുട്ടികളെ അവരുടെ ഇന്നസെൻസ് സംരക്ഷിക്കാനുള്ള ഏതോ ഒരു ക്യാച്ചറായിട്ട് അവനെ സ്വയം നിയോഗിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ക്യാച്ചറാണ് ഹോൾഡൻ കോൾഫീൽഡ് എന്ന് പറയുന്ന കഥാപാത്രം. ആ കഥാപാത്രത്തിൻ്റെ തുടക്കമാണ്, ഈ നോവൽ തുടങ്ങുന്നതാണ് ഇങ്ങനെയാണ്. അപ്പോൾ അവർ പറയുന്നത്, ഇഫ് യു റിയലി വാണ്ട് ടു ഹിയർ അബൌട്ട് ഇറ്റ്, ദ ഫസ്റ്റ് തിങ് യു വിൽ പ്രോബ്ലി വാണ്ട് ടു നോ ഈസ് വേർ ഐ വാസ് ബോൺ,
ആൻഡ് വാട്ട് മൈ ലൗസി ചൈൽഡ്ഹുഡ് വാസ് ലൈക്ക്. ഇതിലിപ്പോൾ കവിതാത്മകം എന്ന് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിയില്ല. പക്ഷെ എങ്കിലും നമ്മളൊന്ന് ഇരുത്തുക ആ വരികൾ വായിക്കുമ്പോൾ. ആൻഡ് ഹൗ മൈ പാരൻസ് were occupied and all before they had me and all that David Copperfield kind of crap. അത് വളരെ ഇറവറൻ്റ് ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു വാചകമാണ്. പക്ഷെ ഈ കഥാപാത്രത്തിൻ്റെ മനോനില അത് അതേപടി പകർത്താൻ ഏറ്റവും ഉതകുന്ന ഒരു പ്രയോഗം കൂടിയാണ്. ഈ ഡേവിഡ് കോപ്പർഫീൽഡ് കൈൻഡ് ഓഫ് ക്രാപ്പ് എന്നാണ് പറയുന്നത്, വിശേഷിക്കുന്നത്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്തായാലും. പക്ഷെ ഞാൻ പറയാം, ഐ ആം ദ മോസ്റ്റ് ടെറിഫിക് ലയർ യു എവർ സോ ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഒരു ഏറ്റുപറച്ചിലാണ്. ഞാനൊരു നുണയനാണ്, ഞാൻ പറയുന്ന മുഴുവൻ അസത്യങ്ങളാണ്. എന്തുകൊണ്ടാണത്? ഇറ്റ് ഈസ് ഓഫുൾ. If I am on my way to the store to buy a magazine, even, and somebody asks me where I am going, I am liable to say I am going to the opera. ഇയാൾ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമൂഹത്തിൽ, ഇതിപ്പോൾ 1950 എഴുതിയ നോവൽ, ആ സമയത്തെ അന്നത്തെ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി വെച്ച് ഒരുവിധം മിഡിൽ ക്ലാസ്സിൽ ബ്രിങ്ങിങ് ഉള്ള ഒരാൾ ഒരുവിധം ചില കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കും എന്നുള്ള ഒരു പൊതുധാരണ അന്നുണ്ട്. അപ്പോൾ ഓപ്പറയിൽ പോവുക, ചില കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഒരാളുടെ അയാളുടെ നിലയും വിലയും അംഗീകരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടിക്ക് തോന്നി മുതിർന്നവരിങ്ങനെയാണ് പെരുമാറുന്നത്, അപ്പോൾ ഇതാണ് ചെയ്യേണ്ടതും. അതുകൊണ്ട് കടയിൽ പോയിട്ട് ഒരു മാഗസിൻ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്നെ അവർ ഒട്ടും പരിഗണിക്കില്ല. അതുകൊണ്ട് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ പുസ്തകം വാങ്ങാനാണെങ്കിൽ കൂടി ഞാൻ പറയും ഇല്ല, ഞാൻ ഒരു ഓപ്പറയ്ക്ക് പോവുകയാണ്. അപ്പോൾ അതിലൊരു അന്തസ്സ്, ഒരു ഇല്ലാത്തൊരു പൊങ്ങച്ചൻ. അപ്പോൾ അത് ആ കാപട്യം അതിൽ തെളിഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ സാലിംഗറിൻ്റെ നോവലിലെ ഓപ്പണിംഗ് പാരഗ്രാഫിൽ ഹോൾഡൻ കോൾഫീൽഡ് എന്ന് പറയുന്ന പ്രോട്ടഗണിസ്റ്റ് പറയുന്ന വരികളാണിത്. ഇത് കാവ്യാത്മകമാണോ അല്ലയോ എന്നുള്ളതിലേക്ക് നമുക്ക് പിന്നീട് വരാം. പക്ഷേ ഈ പദ്യം ചങ്ങമ്പുഴയുടെ വരികളും വേർഡ്സ്വർത്തിന്റെ വരികളും ഫ്രോസ്റ്റിന്റെ വരികളും കണ്ടു. അതിന് കോൺട്രാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗദ്യം സകലം എടുത്തു വെച്ചു എന്ന് മാത്രം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഉപാധികളെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ആദ്യമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ ബിംബകൽപ്പന, ഇമേജറി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം. ബിംബകൽപ്പന, ഒരു ബിംബങ്ങൾ, അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭാഷ പ്രയോഗിച്ചുകൊണ്ട് ഒരു സൈറ്റ് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ സ്മെല്ല്, ഒരു സൗണ്ട്, അങ്ങനെ അതിനെ വിവരിക്കുകയാണ്. അപ്പോൾ ആ വിവരണത്തിൻ്റെ അവസാനം നമുക്ക് അത് വളരെ ഈ ഒരു ചിത്രം നമ്മുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരികയും അതിൻ്റെ എല്ലാം തികഞ്ഞ ഒരു അനുഭവം നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ ഇമേജറിയുടെ ഒരു ഇത്. അപ്പോൾ അതിൻ്റെ ചില ഉദാഹരണങ്ങൾ കാണാം. ഞാൻ എടുത്തേക്കുന്ന ഈ പുസ്തകം, ഈ കഥാകൃത്തിനെ എല്ലാവർക്കും അറിയാം, ജെയിംസ് ജോയ്സ്, വളരെ പ്രസിദ്ധനായ ഐറിഷ് നോവലിസ്റ്റാണ്. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഒക്കെ ഇത്ര പ്രശസ്തമാകാൻ ഉള്ള കാരണം ജെയിംസ് ജോയ്സ് ആണ്. അതിലൊരു ചൈൽഡ് പ്രോഡിജി ആയിരുന്നു. 9-ാം വയസ്സിൽ ആദ്യം പ്രസിദ്ധീകരിച്ച ഒരു ഐറിഷ് എഴുത്തുകാരനാണ്. അങ്ങയുടെ ഏറ്റവും പ്രസിദ്ധമായ യൂളിസിസ്. അപ്പോൾ യൂളിസിൻ്റെ കഥ ഇതുപോലെ തന്നെ യങ് അഡൾട്ട്സ് രണ്ട് പേര്, ഒരാൾ കുറച്ച് നല്ല സ്ഥിതിയിൽ, അതായത് ഒരു ധനികനാണ്, അയാൾ കാര്യവും ആശ്രയിക്കേണ്ട കാര്യമില്ല. മറ്റേ ആൾ പൊതുവെ കുറച്ച് എല്ലാവരെയും പറ്റിച്ച് നടക്കുക, കുറച്ചൊരു കോമാളി കളിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നത്. രണ്ട് സുഹൃത്തുക്കളാണ് ഇവർ. എങ്കിലും പറ്റുന്ന അവസരങ്ങളിലൊക്കെ ഈ ധനവാനായ സഹപാഠിയെ പിടിച്ചു താഴ്ത്താനായിട്ട് മറ്റേ ആൾ ശ്രമിക്കുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ഒരു ഡൈനാമിക്സ് അതിൽ ഇങ്ങനെ യൂളിസിസിൽ കാണാം. അപ്പോൾ അതിൽ ആദ്യത്തെ വരി, ഈ നോവൽ തുടങ്ങുന്നത്, യൂളിസിസ് തുടങ്ങുന്നത് സ്റ്റേറ്റ്ലി പ്ലം ബക്ക് മള്ളികൻ. ഈ ബക്ക് മള്ളികനാണ് ഞാൻ പറഞ്ഞ കോമാളി കളിക്കുന്ന ധനവാനല്ലാത്ത മറ്റ് ധനവാനായ സഹപാഠികളിൽ നിന്ന് പലതും പറ്റി, അവരുടെ സൗജന്യങ്ങൾ പറ്റി ജീവിക്കുന്ന ഒരു ആൾ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതേസമയം ആൾക്ക് എന്തുകൊണ്ടോ ഒരു ചെറിയൊരു അന്തയും ഒക്കെ ഉണ്ട്, മറ്റുള്ളവരെ അടിച്ചു താഴ്ത്താനുള്ള ഒരു ചെറിയൊരു പ്രവണതയൊക്കെ അയാളിൽ കാണുന്നുമുണ്ട്. അപ്പോൾ ഈ ബക്ക് മള്ളികനെ യൂളിസിസിൽ ജെയിംസ് ജോയ്സ് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. സ്റ്റേറ്റ്ലി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു ചിത്രം വരുന്നു, പ്ലം, പിന്നെ പറയാനില്ല. ബക്ക് മള്ളികനാണ് ഇയാൾ. അയാൾ came from the stairhead bearing a bowl of lather on which a razor and a mirror lay crossed. അപ്പോൾ ഇത് ഇങ്ങനത്തെ എല്ലാവരെയും കളിയാക്കുന്ന ഒരു ഏർപ്പാടിലുണ്ട്. നമ്മുടെ വിശുദ്ധ കുർബാനെ പരിഹസിച്ചുകൊണ്ടുള്ള ഒരു ചെറിയൊരു പ്രകടനം കാഴ്ചവെക്കുകയാണ് സഹപാഠികളുടെ മുന്നിൽ. അപ്പോൾ മാൽവി ടവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥലത്താണ് താമസം. വാടകയൊന്നും ആൾ കൊടുക്കുന്നില്ല, അല്ല ഫ്രണ്ട്സാണ് കൊടുക്കുന്നത്. അവിടെ താമസിക്കുകയും എല്ലാവരെയും കളിയാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ
ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണല്ലോ. അപ്പോൾ മള്ളികൻ ഇങ്ങനെ വരുന്നത് കയ്യിൽ റേസർ ബോളും അതിൽ ഇത് ഒരു ബോളും, ബോളിൽ നിറച്ച് പത ലാദറുണ്ട്, ഒരു കത്തി, ഒരു മിററും, ഒരു ഷേവ് ചെയ്യാനുള്ള ഉപകരണം, ഒരു കുർബാനയുടെ വിശുദ്ധ പാത്രം എന്ന് പറഞ്ഞാൽ അത് പിടിച്ച് ഒരു ഒരു പ്രകടനം നടത്തി ഇറങ്ങി വരുന്ന ഒരു ചിത്രം. അപ്പൊ ഈ ചിത്രം ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല ഇതിൽ, എങ്കിലും ആ ചിത്രം വളരെ വിവിഡായിട്ട് ഈ മനുഷ്യൻ, ഈ വരുന്ന കഥാപാത്രത്തെ കുറിച്ച് അയാൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് വളരെ വൃത്തിയായിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഇത് വായിക്കുമ്പോൾ ഉയർന്നു വരുന്നു. പിന്നെ ഇത് നേരത്തെ ഉല്ലാസോടെ വെച്ച് ഒ.വി. വിജയന്റെ എഴുത്തിനെ കുറിച്ച് പരാമർശിക്കാതെ പദ്യാത്മക ഗദ്യത്തെ കുറിച്ച് പറയാൻ കഴിയില്ല. കാരണം ഓരോ കൃതിയും ഓരോ വരികളും നമുക്ക് ഒരു പദ്യം പോലെ മനോഹരമായിട്ടുള്ള എഴുത്താണ്. അപ്പോൾ ഞാൻ ഖസാക്ക് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ധർമ്മപുരാണം എടുക്കണമെന്നുണ്ടായിരുന്നു, ആ പുസ്തകം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് അത് സാധിച്ചില്ല. ഖസാക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതെടുത്തു. അപ്പോൾ ഇത് ഈ കാണുന്ന ഒരു ചെറിയ ഭാഗം, ഇത് എനിക്ക് തോന്നുന്നു 10ാമത്തെ ചാപ്റ്റർ മറ്റോ ആണ്. ഈ ചാപ്റ്ററിലെ പ്രതിപാദ്യ വിഷയം ആക്ച്വലി നമ്മുടെ ഈ മുങ്ങാങ്കുഴി എന്ന് പറയുന്ന റാവുത്തർ, കിണറ്റിൽ മുങ്ങി എടുക്കുന്ന റാവുത്തരുടെ 2ാം ഭാര്യ ആയിട്ടുള്ള സുന്ദരി, ഖസാക്കിലെ സുന്ദരി, അവരും ഈ റാവുത്തരുടെ ആദ്യ വിവാഹത്തിലുള്ള മകള് ആബിദ എന്ന് പറഞ്ഞ കുട്ടിയായിട്ടുള്ള ചെറിയൊരു തർക്കം എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതിന് ശേഷം ആബിദയെ മുങ്ങാങ്കുഴി ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്ത് ആ കുട്ടിക്ക് പരിക്കേൽക്കും. അപ്പോൾ ആ കുട്ടി ആ മനസ്സ് നൊന്നിട്ട് നടന്നു പോകുന്നത് കാളികാവിലേക്കാണ്. അപ്പൊ കാളികാവിലേക്കുള്ള ഈ യാത്രയാണ് ഈ കുട്ടിയുടെ അച്ഛനായിട്ടുള്ള ചിറ്റമ്മയായിട്ടുള്ള ആ തർക്കത്തിന് ശേഷം അച്ഛനോട് ചിറ്റമ്മയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുകയും അച്ഛൻ അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അച്ഛനെ ഈ കുട്ടിയെ തല്ലുകയും ചെയ്തതിന് ശേഷം കുട്ടി വൈകുന്നേരം ഉറങ്ങി എണീറ്റ് ഒരു അടുത്തുള്ള ഒരു ഉമ്മയുടെ വീട്ടിൽ പോയി കിടന്നിട്ട് അവിടെ നിന്ന് എണീറ്റ് കാളികാവിലേക്ക് നടന്നു പോവുകയാണ്. അപ്പൊ ആ പോക്കാണ് കാണുന്നത്. പിറ്റേന്ന് രാവിലെ കാതിലെ ചിറ്റകളിൽ പനിനീർപ്പൂക്കളുമായി ഖസാക്കിലെ സുന്ദരി നമ്മുടെ അവിടുത്തെ മൈമുനയാണ്. അപ്പൊ മൈമുന പതിവ് പോലെ അവിടെ ഉലാത്തുന്നുണ്ട്. പക്ഷെ ആബിദ സന്ധ്യയായപ്പോഴാണ് എണീക്കുന്നത്, മയക്കം കഴിഞ്ഞിട്ട്. ആബിദ എന്നിട്ട് നടക്കുന്നു. അപ്പൊ ഇത് അതിലെ ബിംബങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. നേരിയ ചുവന്ന വെയിലുണ്ട്. ഞാൻ ആ ചുവന്ന എന്നുള്ള പ്രയോഗത്തിന് പറയാം, ചുവന്ന എന്ന പ്രയോഗമാണ് എന്നുള്ളത് ശ്രദ്ധിച്ചു. പാലക്കാടൻ ഭാഷയാണല്ലോ അതിൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തുകൊണ്ടും അതിന് പ്രത്യേകത തോന്നി. നേരിയ ചുവന്ന വെയിലുണ്ട്, പതഞ്ഞൊഴുകുന്ന തോട്ടുവെള്ളത്തിൽ ചമ്പകത്തിന്റെ ഇതളുകൾ ഒഴുകിപ്പോയത് അവൾക്ക് ഓർമ്മ വന്നു. അത് എന്തൊരു ഭംഗിയുള്ള ഒരു ഓർമ്മയാണത്, പതഞ്ഞൊഴുകുന്ന തോട്ടുവെള്ളം. അപ്പൊ അത് അത്രയും പറയുമ്പോഴേക്കും തന്നെ ആ തോട് നമ്മുടെ മുൻപിൽ ഇങ്ങനെ ഉണർന്നു വരുന്ന പോലെ. അതില് ചമ്പകത്തിന്റെ ഇതളുകൾ ഇത്ര മനോഹരമായിട്ടുള്ള, എത്ര പൂരിതായിട്ടുള്ള ഒരു സംഗതി, ഒരു ഓർമ്മയാണ് അതെന്ന് എനിക്ക് തോന്നി. അപ്പൊ അത് അവൾക്ക് ഓർമ്മ വന്നു. കുട്ടി ഒരു നല്ല നിലയിലല്ല നടന്നു പോകുന്നത്, പക്ഷെ എങ്കിലും ഒരു ഭംഗിയുള്ള ഓർമ്മ അവളുടെ മനസ്സിലേക്ക് വരികയാണ്. ഒറ്റയടി പാലം കടന്ന് അവൾ മറുകര പറ്റി പാടങ്ങൾ മുറിച്ചു പോകുന്ന നെടുവരമ്പിലൂടെ അവൾ നടന്നു. അപ്പൊ നടത്തം. അപ്പൊ അതിനുശേഷമുള്ള വരികൾ, ഇരുളുന്ന ചുവപ്പിൽ കരിമ്പനകൾ നഷ്ടപ്പെടാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അതെന്താണ് ആ ബിംബം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. ഇരുട്ടാവുകയാണ്, കരിമ്പനകൾ അപ്പൊ ആ ഇരുട്ടിൽ കാണാനില്ല. പക്ഷെ അത് വിജയൻ പറയുന്നത് എങ്ങനെയാണ് ആ വാക്പ്രയോഗം എന്നുള്ളതാണ്. ഇരുളുന്ന ചുവപ്പിൽ, ഇരിക്കുന്ന സന്ധ്യ രാത്രിയാവുന്ന ആ ട്രാൻസിഷനാണ് ഉദ്ദേശിക്കുന്നത്. ഇരുളുന്ന ചുവപ്പിൽ കരിമ്പനകൾ നഷ്ടപ്പെടാൻ തുടങ്ങിയത് എന്ന്, അതായത് കരിമ്പനകളെ കാണാനില്ല ഇരുട്ടത്ത്. ദൂരെ നെറുകയിൽ മാണിക്യവുമായി കിഴക്കൻ വണ്ടി പാഞ്ഞകലുകയായിരുന്നു. അതെനിക്ക് അതിലേറെ വളരെ ഭംഗിയുള്ള അതായത് ഈ ഇരുട്ടില് ഒരു ഒറ്റക്കണ്ണൻ തീവണ്ടി കിഴക്കോട്ട് പാഞ്ഞു പോകുന്ന ഒരു തീവണ്ടി. അപ്പൊ അത് അങ്ങനെ പാഞ്ഞു പോകുന്നു. ഇനിയും നടക്കാൻ കുട്ടി നടന്നു പോവുകയാണ് കാളികാവ്. വളരെ ആ ദൃശ്യം ഇത്രയും മനോഹരമായിട്ട് പകർത്താൻ കഴിവുള്ള ചെറിയ വാചകങ്ങൾ, തിരഞ്ഞെടുത്ത വാക്കുകൾ എനിക്ക് മനോഹരമായിരിക്കുന്നു അല്ലേ. കാവ്യാത്മകം തന്നെ തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള വേറൊരു സാഹിത്യകാരൻ VKN. അപ്പോൾ ഈ ബിംബങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ VKNന്റെ ഒരു രചന, അതും എൻ്റെ കയ്യിലുള്ള ഒരു രചന എന്നുള്ള നിലയ്ക്കാണ് ഇത് ചേർത്തത്.
ഇത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതുകൊണ്ടല്ല എന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ ഒരു പലരും വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിലെ പ്രോട്ടഗണിസ്റ്റിൻ്റെ ഒരു ദിനചര്യ, രാവിലെ എണീക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, ഇതിൽ കഴിച്ച ഭക്ഷണങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീം. എന്തൊക്കെ കഴിച്ചു, ആ കഴിച്ച സാധനങ്ങളുടെ വിവരണം. അപ്പോൾ നമുക്ക് ചില വരികളൊക്കെ വായിക്കുമ്പോൾ ഭക്ഷണം അപ്പോൾ കുറച്ച് ഉണ്ടായിരുന്നു, ഇപ്പോൾ കഴിക്കായിരുന്നു എന്ന് വരെ തോന്നിപ്പോകും, അത്രയും ഭംഗിയായിട്ടാണ്. അപ്പോൾ ഇതിൽ പല്ല് തേച്ച് പ്രാതലിന് രാവിലെ തൊട്ട് തുടങ്ങാണ്. പല്ല് തേച്ച് പ്രാതലിന് ആവിയിൽ വിടർന്ന വെള്ളാമ്പൽ ഇഡ്ഡലികൾ. അങ്ങനെ വല്ല ഇഡ്ഡലികൾ നമുക്ക് ആർക്കെങ്കിലും കിട്ടിയാൽ വേണ്ടാന്ന് പറയാൻ ആർക്കും തോന്നില്ല, അത്രയും രസമായിരുന്നു. അതിന് ഭംഗിയായിട്ട് അത് പറയാനും വയ്യ. 2 ഇഡ്ഡലി. അപ്പോൾ അതൊരു ഇമേജാണ്, ഈ വെള്ളാമ്പൽ ഇഡ്ഡലികൾ. ആവിയിൽ വിടർന്നതാണത്, ആവിയിൽ വിടർന്ന വെള്ളാമ്പൽ ഇഡ്ഡലികൾ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു 4 വരികളിൽ ഈ ആവർത്തനം ഉപയോഗിച്ചിട്ടുണ്ട്. 2 എണ്ണം ചട്നിയിൽ മുക്കി തിന്നു, 2 എണ്ണം പൊടി കൂട്ടി തിന്നു, 2 എണ്ണം മുളകരച്ച് കൂട്ടുന്നു, 2 എണ്ണം പഞ്ചസാര ചേർത്ത് തിന്നു, പിന്നെ 2 ഗ്ലാസ് കാപ്പി കുടിച്ചു. അപ്പൊ ഈ 2ന്റെ ഒരു അതിപ്രസരം അവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് കാര്യം മനസ്സിലായി അല്ലേ? അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. ഒരാൾക്ക് ഇത്ര അധികം ഇഡ്ഡലി പല വിധത്തിൽ തിന്നാൻ കഴിയുമോ എന്നുള്ള ഒരു ചോദ്യമല്ല, ആളുടെ ഒരു പൊതുവെയുള്ള ജീവിതത്തോടുള്ള മനോഭാവം മനസ്സിലായി അല്ലേ? പിന്നെ എക്സസ് എന്ന് പറയാവുന്ന ഒരു കാര്യം അതിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തെളിഞ്ഞു വന്നു. 1 മണിക്കുള്ള ശാപ്പാടിന് മുൻപ് 2 ലാർജ് വോഡ്ക തക്കാളി ജ്യൂസ്. അതെപ്പോഴും ഈ വോഡ്ക തക്കാളി ജ്യൂസിൽ ചേർത്ത് കുടിക്കുന്ന കഥാപാത്രങ്ങൾ വീക്കെൻഡ് പതിവായിട്ട് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കാറുള്ളതാണ്. അപ്പോൾ അത് വീണ്ടും അങ്ങനെ. പിന്നെ ഉച്ചയ്ക്ക് ഊണ് വട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് അത് വളരെ വിശദമായിട്ട് ഇന്ന സാധനങ്ങളാണ് അത് മുഴുവൻ. അത് കഴിഞ്ഞ് 3:30-ക്കുള്ള ചായ, അതും വളരെ വിശദീകരിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കിയത്, എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, നമ്മുടെ ഈ ഇമേജറിയിൽ സ്മെല്ല്, ടേസ്റ്റ് എല്ലാം വരുന്നുണ്ട്, സൈറ്റും എല്ലാം ഒരുമിച്ച് വരുന്ന ഇമേജറി എന്ന് പറയാം. അത് കഴിഞ്ഞ് അടുത്ത വരി, അതായത് 3ാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്ന വരി വളരെ രസകരമാണ്. സായന്തനത്തിന്റെ പുറത്ത് സവാരിക്കും. അത് വളരെ അങ്ങനെ എന്തുകൊണ്ട് അങ്ങനെ എഴുതിയത് വിക്കേൻ എന്ന് വരെ നമുക്ക് ചോദിക്കാം. അതൊരു ഹ്യൂമർ മാത്രമല്ല, അതിൽ വേറെയും പല കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. എനിക്കങ്ങനെ തോന്നി. സായന്തനത്തിന്റെ പുറത്ത്, അപ്പോൾ അവിടെ ആരാണ് നാഥൻ എന്ന് തെളിയിക്കുകയാണ്. പ്രകൃതിയെ പോലും, അതായത് കാലത്തിന്റെ മാറ്റങ്ങൾക്ക് പോലും അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കുന്ന ഒരാളല്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനത്തെ ഒരാളാണ് അയാള്. അങ്ങനെ പുറത്ത് അയാൾ സഹകരിക്കണം ഈ പറയുന്ന ആൾ. ബാറിൽ കയറി 4 പൂശി എല്ലാം ചെയ്തു. പിന്നെ 10 മണിക്ക് ഉറങ്ങാൻ കിടന്നു കുട്ടിയെ. അപ്പോൾ ഉറങ്ങാൻ കിടന്നു, ജീവിതത്തിൽ കൃതകൃത്യത അനുഭവിച്ചു. അതായത് അന്ന് ഉള്ള ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിക്കുകയും അന്നത്തെ ദിവസം വളരെ നന്നായി പോയി എന്നുള്ളതാണ് ഈ എന്താ പറയുക, ഭക്ഷണപ്രിയനായ ഈ മനുഷ്യന്. അത് കഴിഞ്ഞ് ചെയ്യേണ്ടതെല്ലാം ചെയ്തത്, തിന്നേണ്ടതെല്ലാം തിന്ന്, ചെയ്യേണ്ടതെല്ലാം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി മരിക്കാം. അപ്പൊ ഇനി ഒന്നും ചെയ്യാനില്ല, ഇത്രയും സാധനങ്ങൾ, ഇഷ്ടപ്പെട്ട സാധനങ്ങൾ പല വിധത്തിൽ കഴിച്ചല്ലോ, ഇനി മരിക്കേ വേണ്ടു, ഇനി മരിക്കാം, ഇതൊരു ചാൻസാണ്. മരിക്കാൻ കിടന്നു, യഥാസമയം മരിക്കുകയും ചെയ്തു. അപ്പൊ എല്ലാം അങ്ങേരുടെ ചുൽപ്പാട്ടിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. സായന്തനത്തിന് പുറത്താണ് സവാരി, മരണത്തെ വിളിക്കുന്നു, മരണം വരുന്നു. അപ്പൊ ഒന്നിലും ഒരു പ്രശ്നമില്ല, എല്ലാം ഭരിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. എല്ലാം വെളിപ്പുറത്തുണ്ട്. പുലർച്ചെ ശവം എടുത്തു, അതും മനസ്സിലാവുന്നുണ്ട്, ശവം എടുക്കാന്നുള്ള കാര്യം. അപ്പൊ വീട്ടുകാർ കേൾക്കാത്തത്ര ദൂരത്തായപ്പോ പയ്യൻ പറയാണ് ശാമഞ്ചേരോട്, അവിടെയും രാവിലെ ഇഡ്ഡലി തന്നെ. അങ്ങനെയാണ് അത് അവസാനിക്കുന്നത്. അപ്പോൾ ഇത് ഹ്യൂമറാണ്, വീക്കെൻഡിന്റെ അതുല്യമായിട്ടുള്ള ഹ്യൂമറാണ് ഇതിൽ വരുന്നതെങ്കിൽ കൂടിയിട്ടും ഇതിലെ കാവ്യാത്മകത നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത് ഓരോ എഴുത്തിലും ഇമേജറി ആയാലും അതിലെ മെറ്റഫേഴ്സ് ആണെങ്കിലും പലതും അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇമേജറിയുടെ ഭാഗത്താണ് ഇത് ഒരു ഉദാഹരണമായിട്ട് കാണിച്ചാൽ, പിന്നീട് നമുക്ക് വീണ്ടും ഇതിലേക്ക് വരാം. ഇനി എൻ്റെ ഒരു പ്രിയ എഴുത്തുകാരനാണ് കുന്തേര. ഇത് ഇവിടെ ചേർത്തു എന്ന് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ട്. ഈ കുന്തേരയുടെ പല കഥകളും കഥയില്ലായ്മയിൽ നിന്ന് ഉണ്ടാകുന്ന കഥകളാണ്. അങ്ങനെ കഥയായിട്ട് ഒന്നുമില്ല എങ്കിൽ കൂടിയും സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണം, നമ്മുടെ മാനസിക വ്യാപാരങ്ങൾ, ഒരു കഥാപാത്രങ്ങൾ മനസ്സിലൂടെ എന്തെല്ലാമാണ് ചിന്തകൾ കടന്നു പോകുന്നത്, അതിൻ്റെ വിശകലനവും അതിൻ്റെ ഒരു എഴുത്തിലൂടെയുള്ള ഒരു പ്രകടനം. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു എഴുത്ത് വേറെ ഞാൻ അപൂർവമായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതെ, അൺബെയറബിൾ ലൈറ്റ്നെസ് ഓഫ് ബീയിങ്. ഇത് മുഴുവനും എന്താ പറയുക, ഇൻഫിഡലിറ്റിയുടെ കഥയാണ് ഇതിൽ, കഥയില്ലായ്മയാണ് ഇതിലെന്ന് പറയാം. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും
കല്യാണം കഴിച്ചിട്ടുണ്ട്, പക്ഷെ വേറെ ആൾക്കാർ അങ്ങനെയാണ്. അതായത് അപ്പോൾ അതിലൊരു മോറാലിറ്റി എന്ന് പറയുന്ന സാധനം നമുക്ക് പറയാനില്ല. ഇപ്പോൾ കുഞ്ചേട്ടൻ്റെ മിക്ക കഥകളിലും അത് പ്രകടമാണ്. എനിക്ക് ആ രചനാ ശൈലിയിലാണ് ഞാൻ കൂടുതലും ആകർഷകം. അപ്പം ഇതിൽ ഫ്രാൻസ് എന്ന് പറയുന്ന ഒരു കഥാപാത്രവും തോമസ് എന്ന് പറഞ്ഞ രണ്ട് കഥാപാത്രങ്ങൾ, അവർ രണ്ടുപേരും അവർ പല വഴികൾ പല സ്ത്രീകളായിട്ട് ബന്ധപ്പെടുന്നു. അവർ തമ്മിൽ കോമൺ ആയിട്ടൊരു സ്ത്രീയെ സബീനേനെ ബന്ധപ്പെടുന്നു. അങ്ങനെ പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഫ്രാൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്, ഒരു സവിശേഷത, അദ്ദേഹത്തിന് സംഗീതത്തിലുള്ള ഒരു സ്നേഹം, അതിനോടുള്ള ഒരു ആഭിമുഖ്യമാണ്. അപ്പോൾ ഹീ കൺസിഡർഡ് മ്യൂസിക് എ ലിബറേറ്റിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് പറയാണ്. മ്യൂസിക്കിൻ്റെ കാര്യമാണ്. ഇറ്റ് ലിബറേറ്റഡ് ഹിം ഫ്രം ലോൺലിനെസ്, ഇൻട്രോവേർഷൻ, ഡസ്റ്റ് ഓഫ് ദ ലൈബ്രറി. അപ്പോൾ അതിൽ ലോൺലിനെസ്സും ഇൻട്രോവേർഷനും വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇനിയും എന്തോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരും എന്നാണ്. പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അടുത്ത ഫ്രേസ്, കുന്തേര ഉപയോഗിക്കുന്ന അടുത്ത ഫ്രേസ് ഡസ്റ്റ് ഓഫ് ദ ലൈബ്രറി. അത് വളരെ മണ്ടീൻ ആയിട്ടുള്ള സാധാരണ ഒരു കാര്യം, പണിയെടുക്കുന്ന ലൈബ്രറിയിലെ ഡസ്റ്റ്. ഇതിൽ നിന്നൊക്കെ മോചനം അയാൾക്ക് ലഭിച്ചു ഈ മ്യൂസിക്കിലൂടെ എന്ന് പറയുന്നു. എന്നിട്ട് അടുത്ത വരി, ഇറ്റ് ഓപ്പൺ ദ ഡോർ ഓഫ് ഹിസ് ബോഡി ആൻഡ് അലൗഡ് ഹിസ് സോൾ ടു സ്റ്റെപ്പ് ഔട്ട് ഇൻ ടു ദ വേൾഡ് ആൻഡ് മേക്ക് ഫ്രണ്ട്സ്. അത് എന്ത് മനോഹരമായിരിക്കുന്നു. ഓപ്പൺ ദ ഡോർ ഓഫ് ഹിസ് ബോഡി. ബോഡി എന്തോ ഒരു മുറിയോ എന്തോ ആണ് എന്ന് തോന്നുന്നു അല്ലേ. അതിൻ്റെ ഡോറ് തുറക്കുക, സോള് പുറത്തേക്ക് ഇറങ്ങുക, എന്നിട്ട് സുഹൃത്തുക്കൾ സമ്പാദിക്കുക. അത് അതിമനോഹരമായിട്ടുണ്ട്. അതിലും മനോഹരമായിട്ട് അത് പറയണം. അപ്പം ഈ മനുഷ്യൻ എങ്ങനത്തെ ഒരു മനുഷ്യനാണെന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പം ഇതിൽ തന്നെ ഈ മ്യൂസിക്കിനെ കുറിച്ച് വീണ്ടും വീണ്ടും പറയുന്നത്, ഞാനിത് മുഴുവനും വായിക്കുന്നില്ല എങ്കിലും ഞാനിതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇദ്ദേഹം ഈ മ്യൂസിക്കും അദ്ദേഹം സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളും തമ്മിലുള്ള ഒരു താരതമ്യം ചെയ്യുകയാണ് മനസ്സിലൂടെ. പറയുകയാണ് മ്യൂസിക് എത്രയോ ഉദാത്തമായിട്ടുള്ള സംഗതിയാണ്, അതിനെ കമ്പയർ ചെയ്യുമ്പോൾ വാക്കുകളൊന്നുമല്ല എന്നുള്ള ഒരു ഫീലിംഗ് ആണ് അതിൽ വരുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് അതിൽ കാര്യം. No words were precise, their meanings were obliterated. ഇദ്ദേഹം ഒരു എന്താ പറയുക, പല സ്ഥലത്ത് പോയി പ്രസംഗിക്കുന്നുണ്ട്, എഴുതുന്നുണ്ട്, വാക്കുകൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇയാൾ പറയുന്നത് ഈ വാക്കുകളുടെ ഉപയോഗം തന്നെ ഈ വാക്കുകളുടെ അർത്ഥം ആർക്കും മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. കുറേ എന്തൊക്കെ പറയുകയാണ് എല്ലാവരും. അത് പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നേക്കാളും ഇത് എന്താണെന്നുള്ളത് മനസ്സിലാവാത്ത ഒരു അവസ്ഥയാണ് മിക്കവാറും ഉണ്ടാകുന്നത്. അപ്പോൾ no words were precise, their meanings were obliterated. ഡെലിബറേറ്റ് ആയിട്ട് അയാൾ അങ്ങനെ തന്നെ ആവണം എന്ന് വിചാരിച്ച് ചെയ്ത പോലെയാണ് പറയുന്നത്. Their content lost, they turned into trash, chaff, dust, sand. അപ്പോൾ അവിടെയും ആ ആവർത്തനം ശ്രദ്ധിക്കണം. പല വാക്കുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാക്കുകൾ അതിൻ്റെ മീനിങ് നഷ്ടപ്പെട്ടിട്ട് വെറും ട്രാഷ്, ചാഫ്, ഡസ്റ്റ്, സ്റ്റാൻഡ് പോലെ ആയി. എന്നിട്ട് പ്രൗളിങ് ത്രൂ ഹിസ് ബ്രെയിൻ, ടയറിങ് ഹിസ്. അപ്പം അങ്ങനെ ആ ഒരു ചെറിയൊരു 3-4 വാക്കുകൾ കോർത്ത് അങ്ങോട്ട് വെച്ചപ്പോഴേക്കും നമുക്ക് കാര്യം പിടികിട്ടി. വാക്കുകൾ ഇദ്ദേഹം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എത്രയ്ക്ക് അർത്ഥശൂന്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവസാനം അയാൾ പറയുന്നു, അൺബൗണ്ടഡ് മ്യൂസിക്, ആബ്സല്യൂട്ട് സൗണ്ട്, പ്ലസന്റ് ആൻഡ് ഹാപ്പി, ഓൾ എൻകംപാസിംഗ്, overpowering, window trailing to engulf once and for all the pain, the futility and vanity of words. So words എന്നുള്ള ഈ പ്രശ്നത്തിനെ അഭിമുഖീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ആയുധം ആയിട്ടാണ് മ്യൂസിക് ഫ്രാൻസ് കാണുന്നത്. മ്യൂസിക് വാസ് ദ നെഗേഷൻ ഓഫ് സെൻറ്റൻസസ്, മ്യൂസിക് വാസ് ദി ആൻറ്റി വേർഡ്. അപ്പോൾ ആ പ്രയോഗം ശ്രദ്ധിക്കൂ, ആൻറ്റി വേർഡ് എന്നുള്ള പ്രയോഗം. എന്ത് പറയാനാണ് അത്, ആ ഒരു പ്രയോഗത്തിൽ കൂടെ തന്നെ ആ കുന്തേരയുടെ എഴുത്തിൻ്റെ ഒരു ചാരുത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് ഒരു അക്കാഡമിക്കായിട്ട് എഴുതിയെന്ന് മാത്രം. ല്യൂഷൻ ഇത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. ഒന്നുപോലെ മറ്റൊന്ന്, ഇയാളെ പോലെ അല്ലെങ്കിൽ മറ്റേ പോലെ എന്ന് പറയും, പറയാതെയും പറയും. അത് രണ്ടും കാവ്യത്തിലുപാധികളാണ്. പിന്നെ ഡിക്ഷൻ, ഇപ്പം നേരത്തെ നമ്മൾ കണ്ടു, ഈ വാക്കുകളുടെ ഒരു പൊള്ളത്തരം കാണിക്കാൻ വേണ്ടി വാക്കുകൾ ചാഫായി, ഡസ്റ്റായി, സാൻഡായി എന്നിങ്ങനെ തുടരെ ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ അതാണ് അങ്ങനെയുള്ള ഒരു പ്രയോഗം. ആ വാക്പ്രയോഗത്തിനാണ് നമ്മൾ ഡിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എപ്പിഗ്രാഫ് കൊട്ടേഷൻസ് ആണ്. അപ്പോൾ കൊട്ടേഷൻസ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പഴഞ്ചൊല്ലുകളാവാം. മലയാളം എഴുത്തിന് പഴഞ്ചൊല്ല് അങ്ങനെ പറയാം. അതല്ലെങ്കിൽ ഏതെങ്കിലും നമുക്ക് എല്ലാവർക്കും പൊതുവെ ഒരു മീനിങ് മനസ്സിലാവുന്ന വിധത്തിലുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഒരു ഫ്രേസോ ഒരു സെൻറ്റൻസോ ആവാം.
അപ്പോൾ യൂഫെമിസം എന്ന് പറയുന്നത് അതിൻ്റെ മലയാള വിവർത്തനം മൃദുക്തി എന്ന് പറയുന്നതാണ്. അതായത് കുറച്ച് ഒഫെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആശയം അങ്ങനെയല്ലാത്ത വിധത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഈ കാവ്യ ചാരുത നൽകാനുള്ള വരുത്താനുള്ള ചില ഉപാധികളാണ് എഴുത്തുകാർ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് കാണാം. ഞാൻ ഇതിൽ വീണ്ടും ഇപ്പോൾ ഞാൻ പോകുന്നത് ഈ 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ജനിച്ച് 20-ാം നൂറ്റാണ്ടിൻ്റെ ഒരു തുടക്കത്തിൽ 1975 തോന്നുന്നു കരൂർ മരിക്കുന്നത്. കരൂർ നീലകണ്ഠപിള്ള തകഴി ദേവിൻ്റെയൊക്കെ ഒരു മുൻഗാമി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എഴുതിയ കഥകൾ അന്നത്തെ കാലത്ത് സീരിയലൈസ് ചെയ്ത് വന്നിരുന്നു മാതൃഭൂമിയിൽ. അപ്പം ഞാൻ വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഈ മരപ്പാവകളൊക്കെ വായിച്ച് എനിക്ക് വലിയ മനസ്സിലായിട്ടൊന്നുമില്ല, അത് വായിച്ചൊന്ന് അന്തം വിട്ടൊക്കെ ഇരിക്കണ ഓർമ്മ എനിക്കുണ്ട്. അപ്പോൾ കരൂരിൻ്റെ കഥകൾ അത് സാധാരണക്കാരുടെ കഥകളാണ്. ഒരുപാട് ദൈന്യതകൾ, ദുഃഖം, പിന്നെ എന്താണ് വിശപ്പ്, ദാരിദ്ര്യം, അങ്ങനെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കഥകളാണ് അധികവും കരൂർ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം സ്വയം ഒരു അധ്യാപകനായിരുന്നു. അന്ന് വളരെ കുറച്ച് ശമ്പളത്തിൽ ഒരുപാട് കഷ്ടിച്ച് ജീവിച്ച ഒരു അധ്യാപകനായിരുന്നു. അന്ന് ഈ അധ്യാപകരുടെ വേതനം കൂട്ടാൻ വേണ്ടിയുള്ള ചില സമരങ്ങളിലൊക്കെ കരൂർ നേതൃത്വം നൽകിയിരുന്നു എന്നും എഴുതി കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് പൊതുവെ പറയുന്നത് കരൂർ നീലകണ്ഠപിള്ള ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് മിതഭാഷയായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകളിൽ പ്രത്യേകിച്ചും വാക്കുകളുടെ ഉപയോഗം വളരെ മിതത്വത്തോട് വിളിച്ച് ചുരുക്കം വാക്കുകൾ ഉപയോഗിച്ച് വലിയ വലിയ കാര്യങ്ങൾ പറയാം എന്നുള്ള ഒരു. അപ്പോൾ ആ കൂടെ കരൂരിനെ കുറിച്ചിട്ടുള്ള ഒരു ക്രിറ്റിസിസം അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് ഈ കഥകളെല്ലാം അദ്ദേഹം എവിടെ ജീവിക്കുന്നു ആ സാഹചര്യങ്ങളിൽ നിന്ന് മാത്രം വന്നതാണ് എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ തന്നെയാണ് വേണ്ടത്, ഒരു എഴുത്തുകാരൻ അത് തന്നെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു വിമർശനം എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ അന്നത്തെ ഒരു സാമൂഹ്യ പരിതസ്ഥിതി അനുസരിച്ചിട്ടുള്ള ആൾക്കാർ, സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതയാതനകളെ കുറിച്ചാണ് കഥകൾ മിക്കവാറും എല്ലാം തന്നെ അങ്ങനെ. അപ്പോൾ എനിക്ക് പൊതുവെ ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുള്ള ഓളയുടെ ഉല്ലാസിൻ്റെ ഓളയാണ് കേട്ടോ പറയാൻ, ഉല്ലാസിൻ്റെ പുസ്തകമാണിത്. അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്, ഇടയ്ക്ക് വായിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കഥ ഞാൻ ഇതിൽ ചൂസ് ചെയ്തു. ഈ കാവ്യാത്മകതയെ കുറിച്ച് പറയുമ്പോൾ കരൂരിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കഥ. അപ്പോൾ എന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്തു എന്ന് വെച്ചാൽ ഇത് ആദ്യത്തെ കഥയായിരുന്നു എന്നുള്ളതുകൊണ്ട് ചൂസ് ചെയ്തു. അത് മാത്രമല്ല, കാരണം കരൂരിൻ്റെ മരപ്പാവകൾ, പിന്നെ കരൂരിൻ്റെ പൊതിച്ചോറ്, ഇങ്ങനത്തെ കഥകളൊക്കെ ഒരുപാട് തവണ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുള്ള കഥകൾ തന്നെയാണ്. അപ്പം ഇതിൽ ഈ കഥയുടെ പേര് ഓണത്തിനെ കുറിച്ചുള്ള കഥയാണ്. എനിക്ക് തോന്നുന്നു എൻ്റെ പേര് ഓണാഘോഷം എന്നോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഈ കഥ പശ്ചാത്തലം ഞാൻ പറയാം. ഒരു സാധാരണ കുടുംബം, പപ്പു പിള്ള, പിന്നെ പപ്പു പിള്ളയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് ഞാൻ മറന്നു. ഈ പപ്പു പിള്ളയുടെ കുടുംബം, ഭാര്യയും 5 മക്കളും അടങ്ങിയ കുടുംബം, സാധാരണ കുടുംബം. അപ്പോൾ ഈ പപ്പുപിള്ള ഭാനുവിനെ കല്യാണം കഴിക്കുമ്പോൾ പപ്പുപിള്ളയ്ക്ക് അധികം സ്വത്തോ ധനസ്ഥിതിയോ ഒന്നുമില്ല. അദ്ദേഹത്തിന് ഭാഗം കിട്ടിയ ചെറിയ നിലം വിറ്റ് ഒരു ചെറിയ പലചരക്ക് കട നടത്തുകയാണ് അദ്ദേഹം. അപ്പോൾ അതിന് വരുമാനം തുച്ഛമായിട്ടുള്ള വരുമാനമാണ്. പക്ഷെ അതേസമയം ഭാനുമ എന്നാണ് തോന്നുന്നു പേര്, ഭാര്യ. ഭാനുമയുടെ അച്ഛൻ ഒരു കർഷകനാണ്, സാമാന്യ ധനസ്ഥിതിയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരെ വിവാഹം കഴിക്കുന്നു. ഈ പപ്പുപിള്ളയ്ക്ക് യാതൊരു സ്വഭാവ ദൂഷ്യമൊന്നുമില്ല, ഒരു കോൺഗ്രസ്സുകാരനാണ്. പിന്നെ വേറെ അങ്ങനെ സ്ത്രീകളായിട്ട് ബന്ധം അങ്ങനെ ഒന്നുമില്ല, സ്വഭാവദൂഷ്യം എന്ന് പറയാൻ ഒന്നുമില്ല അദ്ദേഹത്തിന്. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ കല്യാണത്തിന് ശേഷം മക്കളുണ്ടാവുന്നു. പിന്നെ ശേഷം പപ്പു പിള്ളയുടെ ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരികയും ആ കുടുംബം നശിച്ചു പോവുകയും ക്രമേണ നശിക്കുന്നതാണ് ഈ കഥ. ഈ നശിച്ച ആ നാശത്തിൻ്റെ പാരമ്യത്തിലെത്തും അവസാനം. വലിയ ഹൃദയവേദകമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പം അതിലേക്ക് ഞാൻ വരാം. പക്ഷെ ഇതിൽ കരൂർ ഈ പപ്പു പിള്ളയെയും ഭാനുമയെയും അവതരിപ്പിക്കുന്ന ചില വാക്കുകൾ 2-3 വരികളെ പറയുന്നുള്ളൂ. അപ്പോൾ പപ്പു പിള്ളയെ കുറിച്ച് പറയുന്നു, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, അദ്ദേഹത്തിന് അധികം ധനം ഇല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് ഒരു സ്വഭാവദോഷം കേൾപ്പിച്ചിട്ടില്ല, നല്ല മനുഷ്യൻ. അപ്പം നമ്മൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഡ്രമാറ്റിക് ആയിട്ടുള്ള നാടകീയമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരും നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല അങ്ങനെ ഒരാളെ. അതേസമയം ഭാനുമയെ കുറിച്ച് പറയുന്നുണ്ട്, 4ാം തരം വരെ പഠിച്ചിട്ടുള്ളൂ ഇവർ. ഒരു സ്ത്രീ സ്വാതന്ത്ര്യ സമ്മേളനത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നിലും പുറത്തു പോയി പങ്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലാത്ത സ്ത്രീയാണ്. അവരുടെ ഏറ്റവും സീതാദേവിയും ശീലാവതിയൊക്കെയാണ് അവരെ ഏറ്റവും ബഹുമാനിക്കുന്ന കഥാപാത്രങ്ങൾ. അപ്പോൾ ഇതിന് മുൻപത്തെ
ഒരു നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ എല്ലാവരും മതിക്കപ്പെടുന്ന ഒരു സ്ത്രീയായി മാറിയില്ലേ. അങ്ങനെ ഒരു ചെറിയ എന്താ പറയാ, ഒരു സർക്കാസം കലർന്ന ഭാഷയിലാണ് കാരൂര് ഇവരെ അവതരിപ്പിക്കുന്നത് ഈ ഭാര്യനെ. അപ്പൊ ഈ ഭാര്യ അപ്പോൾ പൊതുവെ എല്ലാം സഹിക്കുന്ന ഒരു സ്ത്രീയാണെന്നത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതോടുകൂടി 5 മക്കൾ ഉണ്ടാവുന്നുണ്ട് അവർക്ക്. അതിൽ മൂത്ത മകൻ 11 വയസ്സ്, ഇളയ കുട്ടി ഒക്കത്തിരിക്കുകയാണ്. അപ്പൊ ഭാര്യമ്മ ഇങ്ങനെ ഈ ഭർത്താവിന്റെ ദുർദാർത്ഥങ്ങൾ തുടങ്ങും. അദ്ദേഹത്തിന്റെ ഓരോ കുടി, പിന്നെ പരസ്ത്രീകരണം, അങ്ങനെ പല ചീത്ത ഇടപാടുകളും. പിന്നെ ഈ സ്ത്രീയുടെ ഭാര്യമ്മയ്ക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിയ നിലങ്ങൾ ഓരോന്ന് തീരെഴുതി വിറ്റ് ആ പൈസ വീണ്ടും കച്ചവടത്തിലിട്ട് അത് കളഞ്ഞ് അങ്ങനെ ഒന്നും ഇല്ലായ്മയിലേക്ക് ഈ കുടുംബം നീങ്ങുകയാണ് ഈ കഥയിൽ. അവസാനം ഈ ഓണക്കാഴ്ച എന്ന് പറഞ്ഞ കഥയിൽ. അപ്പോൾ ഈ കുടിയും അങ്ങനത്തെ കാര്യങ്ങളും തുടങ്ങുമ്പോൾ ഉള്ള ഒരു നിലയ്ക്ക്. അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഇതിനെ കുറിച്ച് അത്ര അറിയുന്നില്ല എന്ന് നമുക്ക് തോന്നും. ആക്ച്വലി അറിയുന്നുണ്ട്, അവരറിയുന്നുണ്ട്, പക്ഷെ പ്രതികരിക്കുന്നില്ല. അത് അവരുടെ സ്വഭാവം അതാണല്ലോ. അപ്പോൾ പപ്പുപിള്ളിയുടെ സുഖതൃഷ്ണ വർദ്ധിച്ചു. ഏകദേശം കഥയുടെ ഓണക്കാഴ്ചയുടെ നടുവിലെത്തുമ്പോൾ നമ്മൾ വായിക്കുന്നതാണ് ഇത്രയും പറയുന്നത്. സുഖതൃഷ്ണ വർദ്ധിച്ചു എന്ന് പറയുന്നത്. ക്രമേണ അയാൾ ഒരു ഭ്രമരമായി എന്നാണ് പറയുന്നത്. അപ്പൊ ആ കമ്പാരിസൺ നോക്കുക, അയാൾ ഒരു വണ്ടായി മാറി. എങ്ങനത്തെ വണ്ടാണ്? വിടരാൻ തുടങ്ങുന്ന കുസുമങ്ങളിലും സൗരഭ്യ പരാഗങ്ങളിൽ ഇണങ്ങിയ പുല്ലപ്രസുരങ്ങളിൽ, ആ പ്രയോഗം അന്നത്തെ ആ കാലഘട്ടത്തിലെ പ്രയോഗമാണ്. സുഗന്ധം നശിച്ച് മധുവറ്റി കാന്തി മങ്ങി ഇതളുകൾ കൊഴിയാറായ പഴംപൂക്കളിലും ആ വണ്ടത്താൻ തെണ്ടി നടന്നു. വണ്ടത്താൻ തെണ്ടുമ്പോൾ അതിലൊരു ചെറിയ ഒരു പ്രാസപ്രയോഗമൊക്കെ ഉണ്ട്. പിന്നെ പക്ഷെ അതെല്ലാം നമുക്ക് മനസ്സിലായി എന്താ നടക്കുന്നതെന്നല്ലേ, അല്ലേ? ഒറ്റ വരിയില് മദ്യശാലക്കാർ അയാളെ ഒരു ബന്ധുവായി ഗണിച്ചു. അപ്പൊ മനസ്സിലായി അയാൾക്ക് പുതിയ പരിചയങ്ങളുണ്ട്. അപ്പൊ പൊതുവെ എല്ലാ വിധത്തിലും പപ്പുള്ള വേറൊരു ദിശയിൽ ഇങ്ങനെ നടന്നു നീങ്ങാൻ. നാണിയമ്മ ഭാര്യയല്ല, നാണിയമ്മ കഥ അറിയാതെ ആട്ടം കുറിയൊക്കെ. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പഴഞ്ചൊല്ല് ഇത് പറഞ്ഞ കൊട്ടേഷൻസ് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ കഥ അറിയാതെ അവർ കുറെ ആട്ടം കണ്ടു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് കുറെ കാലമായിട്ട് ഇത് നടക്കുന്നുണ്ട്, അവര് ഇത് കാണുന്നുണ്ട്. പക്ഷെ അത് എന്താണ് ശരിക്കും നടക്കുന്നത്, അതിന്റെ പിന്നിലെ കഥ അവര് ശരിക്കും മനസ്സിലാക്കുന്നില്ലയോ, അതോ എന്തോ സംഭവിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. അവൾ ആദ്യം അറിഞ്ഞില്ല, സംശയിച്ചു, ഊഹിച്ചു, പേടിച്ചു, പിണക്കം ഭാവിച്ചു, പരുഷം പറഞ്ഞു, ഗുണദോഷിച്ചു, കരഞ്ഞു, പിന്നെ എന്നെ സഹിച്ചു. ഇത്രയുള്ളത്. അപ്പൊ ആ ലാളിത്യം നോക്കുക, എഴുതിലെ ലാളിത്യം. പദങ്ങൾ, ഏത് പദങ്ങളാണ് ഉപയോഗിക്കുന്നത്, അത് അടുക്കി വെക്കുന്ന ഒരു രീതി. ഒരുപാട് പരത്തി പറയുന്നില്ല കേട്ടോ, അതിന് ഒറ്റ വരിക്കാണ് അത് മുഴുവൻ. ഭർത്താവിന്റെയും ഭാര്യയുടെയും മനോവ്യാപാരങ്ങളും അല്ലാത്ത വ്യാപാരങ്ങളും എല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത് കഴിയും. അന്നത്തെ ആ കാലഘട്ടത്തിൽ നമ്മൾ തകഴിയുടെ കഥകൾ വായിക്കുമ്പോഴും ഒക്കെ ഈ ഒരു ശൈലി നമുക്കതിൽ കാണാൻ കഴിയും. ഞാനിത് എടുത്തു, ഈ പുസ്തകത്തിന്റെ കയ്യിലുള്ളതുകൊണ്ട് ഞാനിത് ഉപയോഗിച്ചു മാത്രം. അത് കഴിഞ്ഞ് ആ കുടുംബ നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതും വളരെ ചുരുങ്ങിയിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. പപ്പുപിള്ളേന്നാണെങ്കിലും വിലയേറ്റ പണ്ടങ്ങളായി. അപ്പൊ വിലയേറ്റ പണ്ടങ്ങൾ പോലെ ആയി എന്നൊന്നും പറയുന്നില്ല, വിലയേറ്റ പണ്ടങ്ങളായി. അപ്പോൾ എന്തോ ചില മൂല്യങ്ങൾ ഉണ്ടായിരുന്ന 2 ആൾക്കാരായിരുന്നു, അതില്ലാത്ത ആഭരണങ്ങൾ പോലെയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പപ്പുപിള്ള വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. കുറേ നിലങ്ങളൊക്കെ വിറ്റ് ഒരുവിധം എല്ലാം ഇല്ലാതെയാക്കി. ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും സാധനങ്ങളും വിറ്റു. അങ്ങനെ അവർക്കൊന്നും ഇല്ലാതെയാവും ആ സമയത്ത്. അയാളുടെ ദുർവ്യാപാരങ്ങൾ ചിലത് താണി നിന്നു, പണമില്ലാത്ത കാരണം. കുടി നിർത്താൻ അയാൾക്ക് കഴിഞ്ഞില്ല, അത് വർദ്ധിച്ചു. അപ്പൊ കുടി വർദ്ധിച്ചുകൊണ്ടിരുന്നു. കഷ്ടത മറക്കാൻ മദ്യം കൊണ്ട് ബോധം കിടന്നു. അപ്പൊ അതുകൊണ്ട് മദ്യം കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഈ വരി പറയുന്നത്, ആട് കിടന്നിടത്ത് കൂടെ കാണാതിരിക്കുമോ എന്ന് ചോദിച്ചു പറയാണ്. അവിടെ ചില സാധനങ്ങളുണ്ടായിരുന്നു, കുറച്ച് മൂല്യമുള്ള ആഭരണങ്ങളും പാത്രങ്ങളും ഒക്കെ. അതെല്ലാം ആ ഗതികെട്ടവരോട് യാത്ര പറഞ്ഞ് 4 പാട് ഓടി. പാത്രങ്ങളും സാധനങ്ങളും ഓടി ആ വീട്ടിൽ നിന്ന്. അപ്പൊ ആ വീടിന്റെ ഒരു അവസ്ഥയാണ് അത് പറയുന്നത്. അപ്പോൾ ഈ പ്രയോഗം, അതായത് ഈ പാത്രങ്ങൾ ഇവരെ വിട്ട് ഓടിയത്, ഈ ഗതികെട്ട ആൾക്കാരെ വിട്ട് ആ വീട്ടിൽ നിന്ന് ഓടി എന്നാണ് കാര്യം പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു അവസരത്തിൽ ഈ കുട്ടികൾ ഓണം വരാൻ കാത്തിരിക്കുകയാണ്. വീട്ടിലെ കാര്യങ്ങൾ അവർ ശരിക്കും മനസ്സിലാക്കുന്നില്ല. അപ്പൊ അവര് പറയുന്നു, എനിക്ക് ഓണക്കോടി വേണം, സദ്യ വേണം എന്നൊക്കെ പറഞ്ഞ് ഓരോ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആ കുട്ടികൾ ഓണം കാത്തിരിക്കുകയാണ്. അപ്പൊ പിന്നീട് വരുന്ന ഓണത്തിന്റെ ആ ഭാഗത്തേക്ക് എത്തുന്ന ഭാഗത്ത് കാരൂര് പറയുന്നുണ്ട്, കുട്ടികൾ ഓണത്തെ വേഗം വിളിച്ചു വരുത്തി. അതായത് കുട്ടികൾക്ക് ആ ആഘോഷം കാണാൻ ഇത് വരാനുള്ള ഒരു ആകാംക്ഷയും ഉത്സാഹവും ഒക്കെയാണ് അതിൽ കാണുന്നത്. പക്ഷെ ഇത് അവസാനിക്കുന്നത് ഞാൻ പറഞ്ഞ പോലെ വളരെ ഹൃദയഭേദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതില് ഇവരുടെ വീടിന് മുൻപിൽ കൂടെ ഒഴുകുന്ന ഒരു നദി ഉണ്ട്.
അപ്പൊ ഈ നദി ഇതിലൊരു ശക്തമായിട്ടുള്ളൊരു ബിംബമാണ്. കാരണം ഈ നദിയായിട്ടാണ് ഇവര് നാണിയമ്മ ദിവസേന എന്നോണം സംസാരിക്കുന്നത്. ഭർത്താവ് ഇവരെ ഉപേക്ഷിച്ച് പോയി എന്ന് മാത്രമല്ല, അയാൾ ഒരു മതപരിവർത്തനം നടത്തിയ ഒരു മുസ്ലിമാണ്. അങ്ങനെ മുസ്ലിമായി വീട്ടിൽ നിന്ന് വരാതെ ആയപ്പോൾ നാണിക്ക് തോന്നി ഇത്തവണ ഓണം ആഘോഷിക്കണ്ട, എന്തിനാണ് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഇനി ഓണം ആഘോഷിച്ച എന്തിനാ എന്ന് വിചാരിച്ചിട്ട് അവർ പറയുന്നു ഓണപ്പൂക്കളൊന്നും ഇടണ്ട, പക്ഷെ മക്കൾക്ക് വയറു നിറയെ ഒരു പിടി ചോറ് ഞാൻ ഇന്ന് കൊടുക്കും. അത് മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ ഓണത്തിന്. അങ്ങനെ അവർ കുറെ കടമൊക്കെ വാങ്ങിച്ചിട്ട് കുറച്ച് പൈസ ഉണ്ടാക്കി ഭക്ഷണം ഒരു സദ്യ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. കുറച്ച് പൈസ മിച്ചം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒരു കൊച്ചു കൊതുമ്പ് വെള്ളം വാങ്ങുകയാണ്. എന്നിട്ട് ഇത്രയും സാധനങ്ങൾ അവരുണ്ടാക്കി. ഈ വീടിന്റെ മുൻപിലുള്ള പുഴയായിട്ട് ഇവരിങ്ങനെ ദിവസേന ഓരോന്ന് സംസാരിക്കുന്നുണ്ട്, പരാതി പറയുന്നുണ്ട്, ഒരു സംസാരം നടക്കുന്നുണ്ട്. അപ്പൊ അത് ഈ മെറ്റഫേഴ്സ് ഞാൻ പറഞ്ഞ ബിംബങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ കാരൂർ കഥയിൽ, ഈ ഓണക്കാഴ്ച എന്ന ഈ കാരൂർ കഥയിലെ പുഴയും ഭവാനിയമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതിൽ ഈ പുഴ എങ്ങനെയാണ് ഇവരുടെ ജീവിത നദി എന്ന വിധത്തിൽ ഒരു മെറ്റഫറായിട്ട് വരുന്ന എന്ന് ഉള്ളതാണ് കാണുന്നത്. ഗൃഹത്തിന് മുൻപിൽ കൂടി പ്രവഹിക്കുന്ന നദിയോട് അവൾ എപ്പോഴും പൂർവ്വ നാണിയമ്മ, നദി അവളോട് തിരിച്ചു. അത് കണ്ടാൽ തോന്നും അവർ തമ്മിൽ എന്തോ ഗൂഢാലോചന ഉണ്ടെന്ന്. അപ്പൊ ഇത്രയും പറഞ്ഞു വയ്ക്കുന്നല്ലോ, അപ്പൊ എന്താണ് ഈ ഗൂഢാലോചന? അപ്പൊ ഈ നാണിയമ്മയ്ക്ക് ജീവിതത്തിൽ ഇത്രയധികം പ്രശ്നങ്ങളുണ്ട്, ഭർത്താവ് ഇപ്പോൾ ഉപേക്ഷിച്ചു പോയി, ഒന്നുമില്ല, അവർക്ക് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല, 5 മക്കളെ എങ്ങനെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം, അതിനുള്ള വക നിർത്തിയില്ല അവർക്ക്. അപ്പൊ അവർ ഈ വക കാര്യങ്ങൾ നദിയോട് പറയുമ്പോൾ നദി എന്തോ അതിനുള്ള ഒരു ഉപാധി, ഒരു മാർഗം തുറന്നു കാണിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ അതിന്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ, ഈ കൊതുമ്പ് വള്ളത്തിൽ കയറി മൂത്ത മകനോട് പറയാണ് അടുത്തുള്ള കടയിൽ പോയി സദ്യക്കുള്ള സാധനങ്ങൾ വാങ്ങി വരാനായിട്ട്. അങ്ങനെ ഈ കുട്ടി ഇറങ്ങുകയാണ് കൊതുമ്പ് വെള്ളം ഉപയോഗിച്ച്, വളരെ ഉത്സാഹത്തോട് തുഴഞ്ഞു പോവുകയാണ്. അപ്പോൾ തെളിഞ്ഞ ആകാശം, ശാന്തമായ പുഴ പോകുന്നു, പെട്ടെന്ന് മഴക്കാറ് കൂടുന്നു. ആ ഒരു ഇതിൽ പിന്നെ കുട്ടി തിരിച്ചു വരുന്നില്ല, നദി കുട്ടിയെ എടുക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം, ഓണത്തിൻ്റെ ദിവസം, നാണിയമ്മ കുട്ടി അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഒരു കൊതുക് വെള്ളം ഈ നദിയിൽ ഇങ്ങനെ ഒഴുകി വരുന്നത്. അപ്പൊ നദി നാണിയമ്മയായിട്ട് സമ്മതിച്ചിട്ട് നാണിയമ്മയുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു ഉത്തരം കണ്ടെത്തി എന്ന് വേണം നമുക്ക് കരുതാൻ. നദി അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബിംബമായിട്ടാണ് ഈ കാരൂർ കഥയിൽ ആ നദിയെ ഞാൻ കാണുന്നത്. വേറെ സൊല്യൂഷൻ നദിക്ക് കൊടുക്കാനില്ല, മക്കളെ വെച്ച് അവരെന്ത് ചെയ്യാനാണ്, ഒരു മകനെ ആദ്യം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പോൾ അത് ആ കാരൂർ കഥയിലെ കാര്യം. ഈ കാണുന്ന എക്സെപ്റ്റ്സ് വീണ്ടും ഖസാക്കിലേക്ക് പോവുകയാണ് നമ്മൾ. അതേ ചാപ്റ്റർ തന്നെയാണ്, 10ാമത്തെ ചാപ്റ്റർ തന്നെയാണ്, റാവുത്തരുടെ ചാപ്റ്ററാണ്. ഇതെല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇതിലും ഈ ജലവുമായിട്ട് ബന്ധപ്പെടുത്തിയ ഒരു മരണം തന്നെയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഈ കുട്ടിയെ ഈ നദി എടുക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ എടുക്കുന്നതിലൂടെ നാണിയമ്മയുടെ ജീവിത പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നദി കണ്ടെത്തി എന്ന് പറയാം. ഇതിൽ റാവുത്തരുടെ ജോലിയാണല്ലോ കിണറ്റിൽ മുങ്ങാൻ കൂടിയിട്ട് പോകാന്നുള്ളത്. ആ ജോലി ചെയ്യുന്നതിൽ ഇടയിൽ റാവുത്തർ സ്വയം ആത്മഹത്യയിലേക്ക് കുതിക്കുന്നതാണ്. പക്ഷെ ആ പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കുക. റാവുത്തരുടെ ഭാര്യ, 2ാമത്തെ ഭാര്യ എന്നുവെച്ചാൽ വഴിവിട്ട ജീവിതമാണ് അവരുടെ എന്ന് മനസ്സിലായി. ഈ കുട്ടി ആബിദ വളരെ സങ്കടത്തിലാണ്. മൈമുനയുടെ വഴിക്ക് പോകുന്നു. അപ്പൊ റാവുത്തർ അവസാനം നിർത്തിയില്ലാതെ റാവുത്തർ സ്വയം ആത്മഹത്യ, കിണറ്റിലേക്ക് കുതിച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു വിവരണമാണ് ഇവിടെ കാണുന്നത്. അയാൾ കിണറ്റിലേക്ക് കൂപ്പുത്തി, കിണർ കടന്ന് ഉൾക്കിണറിനാണ് ഈ ചാപ്റ്ററിന്റെ പേര് എന്നാണ് എൻ്റെ ഓർമ്മ. വെള്ളത്തിന്റെ വിലീസു പടുതകളിലൂടെ അയാൾ നീങ്ങി, വാതിലുകൾ കടന്ന് സ്വപ്നത്തിലൂടെ സാന്ധ്യപ്രജ്ഞയിലൂടെ തന്നെ കൈനീട്ടി വിളിച്ച പൊരുളിന്റെ നേർക്ക് അയാൾ യാത്രയായി. ഏതോ ഒരു അൾട്ടിമേറ്റ് ട്രൂത്തിലേക്ക് യാത്രയാവുന്നതാണ് അയാളുടെ ആത്മഹത്യയാണെന്ന് ഓർക്കണം. കിണറ്റിൽ മുങ്ങി. അയാൾക്ക് പിന്നിൽ ചില്ലുവാതിലുകൾ ഒന്നൊന്നായി അടഞ്ഞു. ആ മരണത്തിലേക്ക് താന്നു പോകുന്ന, വെള്ളത്തിൽ മുങ്ങി താന്നു പോകുന്ന ഒരാളുടെ ജീവിതം എങ്ങനെ ഇല്ലാതെയാവുന്നു എന്നുള്ളത് ആ ചെറിയൊരു വരിയിൽ വളരെ ക്ലിയറായിട്ട് വിജയൻ വളരെ കാവ്യാത്മകമായിട്ട് തന്നെ പറയുന്നുണ്ട്. മരണത്തിൽ എത്ര കാവ്യാത്മകമാണെന്ന് തോന്നുമെങ്കിലും എനിക്ക് തന്നെ മനസ്സിനെ ഒരുപാട് സ്പർശിച്ച വരികൾ തന്നെയാണ്. എന്ത് ചെയ്തു?
അത് വിനീസ് പഴുതകൾ മോഡില്, ഇത് ചില്ലുവാതിലയാണ്. ചില്ലുവാതിലയാണ്. അത് നന്നായി. ശരി. പിന്നെ പല അപ്പൊ ഈ ഒരു ഉപാധികളെ കുറിച്ച് പറഞ്ഞു വരികയായിരുന്നു. മെറ്റഫേഴ്സ്, ബിംബങ്ങളെ രൂപകൽപ്പന പറഞ്ഞു വരികയായിരുന്നു. അലിഗറി എന്ന് പറഞ്ഞ ഒരു വിഭാഗം അതിൽ വരും. വലിയ വ്യത്യാസമില്ല. അലിഗറിയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഉപമ തന്നെയാണ്, രൂപകം തന്നെയാണ്. പക്ഷെ ഇതൊരു കഥയായിട്ട് വികസിപ്പിച്ചെടുക്കും. അപ്പോൾ വികസിപ്പിച്ചെടുക്കുമ്പോൾ ഞാൻ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പറയാതെ വേറെ എവിടെയോ നടക്കുന്ന ഒരു കാട്ടിൽ നടക്കുന്ന വേറൊരു കാര്യം പറയും. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ കഥ പറയാനാണ്. അതാണ് അലിഗറി. അപ്പോൾ അലിഗറിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നത് ജോർജ് ഓർവെലാണ് ആനിമൽ ഫാം. ഈ ആനിമൽ ഫാം കമ്മ്യൂണിസത്തിന്റെ എങ്ങനെയാണ് കമ്മ്യൂണിസം വരുന്ന റഷ്യയിലേക്ക് വരുന്ന എന്നുള്ളത്, ആ റെവല്യൂഷനിൽ കൂടെ വരുന്ന എന്നുള്ളതാണ്. പക്ഷേ അതിലെ കഥാപാത്രങ്ങൾ മുഴുവനും മൃഗങ്ങളാണ്. ഒരു ഫാമിലെ മൃഗങ്ങളാണ്. ഒരു പന്നിയാണ് അതിലെ പ്രധാന കഥാപാത്രം. അപ്പോൾ ഇതൊരു പൊളിറ്റിക്കൽ അലിഗറി എന്ന് പറയാം. അതിപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയ്ക്ക് വളരെ യോജിക്കുന്ന ഒരു കഥയാണ് ഈ ജോർജ് ഓർവെലിന്റെ ആനിമൽ ഫാം. ഇതൊരു പവർഫുൾ അലിഗറി എന്ന രീതിയിൽ ഇതിനെ കൂട്ടാം. ഞാൻ ഇത് സ്കിപ്പ് ചെയ്യാണ്. പിന്നെ വേറെ പല ഉപാധികളുണ്ട്. പാരബിൾസ് കഥകൾ തന്നെയാണ്. അത് മിക്കവാറും ഇപ്പോൾ ഈസോപ്പിന്റെ കഥകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ എന്താ പറയുക ഐതിഹ്യമാല എന്നുള്ള കഥകൾ, അതൊക്കെ പാരബിൾസ് ആയിട്ട് കൊണ്ടുവരാം. അതൊക്കെ ഒരു കാവ്യമാണ്. ഇങ്ങനത്തെ ചില റെഫറൻസ് പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡിഗൽ സൺ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും അതെന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ പ്രയോഗങ്ങളും കാവ്യാത്മകമായിട്ട് വരുത്താം അതിൻ്റെ ഉപയോഗം. പിന്നെ ഹൈപ്പർബോൾ എന്ന് പറഞ്ഞ ഒരു അത്യുക്തി എന്ന പ്രയോഗമുണ്ട്. ഈ അത്യുക്തിയാണ് നേരത്തെ കണ്ട നീക്കിയൻ്റെ നിലനിൽപ്പിയം അല്ലെ ഇഡ്ലി തീറ്റയും ഒക്കെ കാണുമ്പോൾ നമുക്കതിൽ പ്രകടമായിട്ട് കാണുന്നതാണ് ഈ അത്യുക്തി. ഹൈപ്പർബോൾ ആണ്, എക്സാജറേഷനാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നത് അത് ഫലിപ്പിക്കാൻ വേണ്ടി അത് ഒരുപാട് 10 മടങ്ങ് കൂടുതൽ ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുവിധം അതിൻ്റെ ഇത് മനസ്സിലാവും. അപ്പോൾ ഇതിൽ പല കാര്യങ്ങളും ഇതിൻ്റെ അത്യുക്തി എന്ന് പറയാം. അപ്പോൾ ഇത്രയും എനിക്ക് ഈ അവസാനിപ്പിക്കുന്നത് മറ്റേ ഹെമിംഗ്വേയുടെ ക്ലാസിക് ആയിട്ടുള്ള കഥ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ എന്നുള്ള കഥ. ഈ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ വെച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതിന് കാരണമുണ്ട്. ഒന്നാമത് അത് ചെറുകഥയായ കാരണം അത് ആർക്കെങ്കിലും വായിക്കണമെങ്കിൽ ഞാൻ തരാൻ കയ്യിലുണ്ട കഥ ഞാൻ ഷെയർ ചെയ്യാം. പിന്നെ അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഫീച്ചർ അതിൻ്റെ മെറ്റഫറാണ്. ആ മെറ്റഫർ എന്ന് പറഞ്ഞാൽ സ്നോ, മഞ്ഞ് എന്നുള്ള പവർഫുൾ മെറ്റഫർ. അപ്പോൾ ഈ ഹെമിംഗ്വേ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ള പല പണ്ഡിതരും റിസർച്ചേഴ്സും പറയുന്നത് ഈ സ്നോ പല എഴുത്തിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് വരുന്ന ഒരു ബിംബമാണ് ഹെമിംഗ്വേക്ക്. അതൊരു പ്യൂരിറ്റി, അതായത് നൈർമല്യം, വിശുദ്ധി, ഏതോ നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഏതോ ഭാഗത്തെ വളരെ വിശുദ്ധ, അങ്ങനെ ഒരു സാധനമായിട്ടാണ് സ്നോ, മഞ്ഞിനെ ഹെമിംഗ്വേ കാണുന്നത്. അപ്പോൾ ആ ഒരു ബിംബം ഇതിൽ പിന്നെ പറയണ്ടല്ലോ. ആ ടൈറ്റിൽ പറയുന്ന പോലെ കിളിമഞ്ചാരോ എന്ന് പറഞ്ഞ ആഫ്രിക്കയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി, അവിടുത്തെ സ്നോ ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഈ സ്നോ എന്താണ്? സ്നോ ഇതിലെ പ്രൊട്ടഗനിസ്റ്റ് ഒരു കഥാകൃത്താണ്. സർഗപ്രതിപാദനായിട്ടുള്ള ആളാണ്, എഴുത്തുകാരനാണ്. പക്ഷേ അയാളുടെ സർഗപ്രതിഭ കുറേ നാളായിട്ട് ഇങ്ങനെ ചോർന്ന് ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ അയാളുടെ ജീവിതം പക്ഷേ ഒരു സാധാരണ മധ്യവർഗ കുടുംബത്തിൽ ജനിച്ച്, പാരീസിൽ ജനിച്ച് അയാൾ ഒരു വലിയൊരു ധനികയായ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് സ്വയം മെച്ചപ്പെട്ട ഒരു ജീവിത രീതി അനുഭവിച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുന്ന ആളാണ്. ഈ കംഫർട്ട് വർദ്ധിക്കുന്നതോടുകൂടി എന്തുണ്ടായി? ഇയാളുടെ ഈ പ്രതിഭ കുറഞ്ഞു വരികയും എഴുത്ത് തീരെ ഇല്ലാതാവുകയും ചെയ്ത ഒരവസ്ഥയിൽ. അപ്പോൾ അതയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് കോൺഫ്ലിക്ട്സ് ഹാരി അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് ശരിയല്ല, ഇങ്ങനെയല്ല ഞാൻ ജീവിക്കേണ്ടത്, പക്ഷെ അങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ അതിലൊരു ചെറിയ ഒരു കുറ്റബോധവും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു തൃഷ്ണയും ഹാരിയിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അയാൾ പറയുന്നു, ഞാൻ തിരിച്ച് കിളിമഞ്ചാരോയിലേക്ക് പോയി. കിളിമഞ്ചാരോയിൽ പോയപ്പോഴാണ് ഞാൻ ഏറ്റവും നല്ല കാലം എൻ്റെ കൊടുമുടിയിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചങ്ങോട്ട് പോകും. അങ്ങനെ ഭാര്യ ഹെലനുമായിട്ട് ഒരു യാത്ര തിരിക്കുകയാണ് ആഫ്രിക്കയിലേക്ക്, കിളിമഞ്ചാരോ കൊടുമുടി കയറാനുള്ള തയ്യാറെടുപ്പ്. പക്ഷെ അവിടെ എത്തുമ്പോൾ പല കാരണം കൊണ്ടും ഇയാൾക്ക് ഗാൻഗ്രീൻ എന്ന് പറഞ്ഞ ഒരു രോഗം ഉണ്ടല്ലോ, ചീഞ്ഞ് ഇടത്തെ കാലാകുന്നതും ചീഞ്ഞ് പോകുന്ന ഒരു അവസ്ഥ. അതിൽ പെയിനോ തീരെ അറിയുന്നില്ല അങ്ങനെ, പക്ഷെ സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധം അത് അറ്റുപോകാറായി. അങ്ങനെ ഒരു ക്യാമ്പിൽ, അതായത് താഴെ
കൊടുമുടിയിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ വളരെ മുൻപ് താഴെ പ്ലെയിനിൽ ഒരു ക്യാമ്പിൽ ഇവർ അകപ്പെടുകയാണ്. അവർക്ക് മുന്നോട്ട് നീങ്ങാൻ നോക്കില്ല. അങ്ങനെ അവരിയ്ക്കുമ്പോൾ പല ചിന്തകളും ഹാരിയുടെ മനസ്സിൽ കൂടെ, അതായത് അന്ത്യം അടുത്തു, മരണം വളരെ അടുത്തെത്തി, ജീവിതത്തിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, പണം ഒഴികെ. പണം സമ്പാദിച്ചു എന്ന് പറയാൻ പറ്റില്ല, പണമുള്ള ആൾക്കാരുമായിട്ട് ചേർന്ന് പണത്തിലെത്തി. അപ്പം അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഓരോ സ്ത്രീകളെ മാറി മാറി വിവാഹം കഴിച്ചിട്ടാണ് ഈ മെച്ചപ്പെട്ട ധനസ്ഥിതിയിലെത്തിയത്. അപ്പൊ ആദ്യം ഒരു സ്റ്റേജ് ഇപ്പൊ കഴിച്ച സ്ത്രീയാണ് ഏറ്റവും ധനവതി, അതുകൊണ്ട് ഇപ്പോഴാണ് ഏറ്റവും മെച്ചപ്പെട്ട ധനസ്ഥിതി. അങ്ങനെ പ്രതിഭയുടെ കാര്യം പറയുകയാണെങ്കിൽ തീരെ എഴുത്തില്ലാത്ത, തീരെ പ്രതിഭ ഉപയോഗിക്കാത്ത വളരെ മോശപ്പെട്ട കാര്യം. അപ്പൊ ആ ഒരു സംഘർഷം മനസ്സിൽ എപ്പോഴും അനുഭവിക്കുന്നത്, മരണത്തിനോട് അടുക്കുമ്പോൾ അത് കൂടുതലായിട്ട് തോന്നുകയാണ്. അപ്പൊ ഇതാണ് ഈ കഥയിലെ പ്രതിപാദ്യ വിഷയം. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ നിങ്ങൾ വായിക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. അതിലൊരു 14 പേജൊക്കെ കാണുള്ളൂ, പക്ഷെ വളരെ വലിയ കഥയല്ല. അതിൻ്റെ ഒരു ഘടന, ആ ഘടന എങ്ങനെയാന്ന് വെച്ചാൽ, ഈ ഹാരി ഈ ഓർമ്മയിൽ നിന്ന് വീണ്ടും മയക്കത്തിലേക്കും തിരിച്ചും ഇങ്ങനെ മാറി മാറി വീഴാണ്. അപ്പോൾ ഈ പ്രസന്റിലേക്ക് വരുമ്പോൾ അന്നത്തെ കാര്യം, അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും, അത് കഴിഞ്ഞ് മയക്കത്തിലേക്ക് പോകുമ്പോൾ പഴയ കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പാരഗ്രാഫ് നിറയെ ഇപ്പം നടക്കുന്നത്, പിന്നെ അടുത്ത പാരഗ്രാഫ് അത് കഴിഞ്ഞാൽ പഴയ ഓർമ്മകൾ. അങ്ങനെയാണ് അത് ഇടകലർത്തിയിട്ടാണ്, ഒരു 6 സെക്ഷനായിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ പ്രസന്റിൽ നടക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാര്യ അവിടെ ഉണ്ട്, ഇയാൾക്ക് മല കയറാൻ കഴിയുന്നില്ല, ഇയാൾ മരിക്കാറായി, കാല് അറ്റുപോകാറായി. എന്ത് ചെയ്യാൻ പറ്റും? ഇയാളിങ്ങനെ വിഷമിക്കുകയാണ് അതിനെക്കുറിച്ച് ഓർത്ത്. മരണം വളരെ അടുത്താന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ ഭാര്യയായിട്ട് ഒരുപാട് വെറുതെ അതും ഇതും പറഞ്ഞ് ചില ഇറിറ്റേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഭാര്യ ഇറിറ്റേറ്റഡ് ആവുന്നില്ല, ഇദ്ദേഹം ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. എന്നിട്ട് ഇതിനൊക്കെ ഓരോ സമാധാനങ്ങൾ ഇയാൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഭാര്യയായിട്ട് വഴക്ക് അധികം കൂടുന്നില്ല. അപ്പോൾ അയാൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഭാര്യ, അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും ഇങ്ങനെ എന്തുകൊണ്ട് എഴുത്ത് നിർത്തി, ഇങ്ങനെ എന്തുകൊണ്ട് എഴുതാനിരുന്ന ആളെ എഴുത്ത് നിർത്തി പണത്തിൻ്റെ പുറകെ പോയി, എന്തുകൊണ്ട് ഇയാൾക്ക് കൊടുമുടി കയറാൻ കഴിയുന്നില്ല, അങ്ങനെ പല ചോദ്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഈ ഇതിലെ ഡിസ്ക്രിപ്ഷൻ, ലിറിക്കൽ ലാംഗ്വേജ്, ഈ ഒരാളുടെ ഇന്നർ നമ്മുടെ ചിന്തകൾ എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്നുള്ള ആ ഒരു കഴിവ്, ഇത്രയും കാര്യങ്ങളാണ് അതിലുള്ളത്. ഈ തുടങ്ങുന്നതാണ്, ഈ കഥ തുടങ്ങുന്നത് ഈ വരികളിലൂടെയാണ് പറയുന്നത്. ഇതിൽ കാവ്യാത്മകം എന്ന് പറയാനൊന്നുമില്ല, എങ്കിലും ഞാനിത് എടുത്തിടാൻ ഒരു കാര്യമുണ്ട്. കിളിമഞ്ചാരോ ഇസ് എ സ്നോ കവർഡ് മൗണ്ടൻ, ഇത്രയും ഫീറ്റ് ഹൈ, and is said to be the highest mountain in Africa. ഇതെല്ലാവർക്കും അറിയാം. Its western summit is called the Maasai Engage Gai. Engage Gai എന്നുള്ളത് മാസായി ഭാഷയിൽ ഉള്ള ഒരു വാക്കാണ്. അതിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് ഗോഡ് എന്നാണ്. അത് ഈ കൊടുമുടിയുടെ ഒരു സമ്മിറ്റ്, അതിൻ്റെ ഏറ്റവും പീക്കിലുള്ള സ്ഥലം. അത് കഴിഞ്ഞുള്ള 2 വരികളാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. അതെന്ന് വെച്ചാൽ, ഈ മഞ്ഞിനടുത്ത് ക്ലോസ് ടു ദ വെസ്റ്റേൺ സമ്മിറ്റ് there is the dried and frozen carcass of a leopard. ഒരു പുലി മരിച്ചു കിടക്കുന്നുണ്ട് അവിടെ ഈ കൊടുമുടിയുടെ താഴെ. നോ വൺ ഹാസ് എക്സ്പ്ലെയിൻ വാട്ട് ദ ലെപ്പർഡ് വാസ് സീക്കിംഗ് അറ്റ് ദാറ്റ് ആൾട്ടിറ്റ്യൂഡ്. നമുക്ക് ഹാരി ഈ കിളിമഞ്ചാരോ കൊടുമുടി കയറാൻ ഇറങ്ങി വന്നതാണ്. അതൊരു ജീവിതത്തിൽ ഏതോ ഒരു ലക്ഷ്യത്തിലെത്താനുള്ള ഒരു ത്വരയാണ് അയാളുടെ ഈ യാത്രയിൽ. അയാൾക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല, പക്ഷെ ലെപ്പർഡ് അവിടെ എത്തിയിട്ടുണ്ട്. ലെപ്പർഡ് അവിടെ പോയി മരിച്ചു കിടക്കുന്നു. ഹാരി മരിക്കുന്നുണ്ട്. ഹാരി മരിക്കുന്നത് പ്ലെയിൻസിലാണ്. അപ്പോൾ ഇതിൽ പ്ലെയിൻ എന്ന് പറയുന്നത് പരാജയവും, ഈ സ്നോ, ഈ കൊടുമുടിയിലുള്ള സ്നോ ജീവിതത്തിലെ വിജയവും ആയിട്ടാണ് കാണുന്നത്. ലെപ്പർഡിന് അവിടെ എത്താൻ കഴിഞ്ഞു, ഇത്രയും പ്രതിഭയുള്ള ഈ എഴുത്തുകാരന് അവിടെ എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അയാൾ ചെയ്തിട്ടുള്ള എന്തൊക്കെ തെറ്റുകളാണെന്ന് നോക്കാം. ഇപ്പം ഈ സ്ത്രീ ഹെലനുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചില ചില്ലറ തർക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഹാരി. അപ്പോൾ ഹാരിയുടെ സ്വന്തം ചിന്തകളാണിത്. ഹി ഹാഡ് നെവർ ക്വാറൽ മച്ച് വിത്ത് ദിസ് വുമൺ. ദിസ് വുമൺ എന്ന് പറയുന്നത് ഹെലനാണ്, ഭാര്യ, പുതിയ ഭാര്യ, അവസാനത്തെ ഭാര്യ എന്ന് പറയാം. While with the women that he loved, he had quarreled so much. They had finally, always with a corrosion of quarreling, killed what they had together. ഈ വഴക്കിങ്ങനെ കൂടി അത് പെരുകി അവർക്കിടയിൽ ഉണ്ടായിരുന്ന എന്ത് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നശിപ്പിക്കും, ഇല്ലാതെയാക്കുന്ന വിധത്തിലുള്ള വഴക്കുകളായിരുന്നു ഉണ്ട്. പക്ഷെ അതിന്റെ ജസ്റ്റിഫിക്കേഷൻ നോക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആ സ്ത്രീകളെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു എന്നുള്ളതുകൊണ്ടാണ് ആ വഴക്കുകൾ ഉണ്ടായത്. ഈ ഹെലനുമായിട്ട് അങ്ങനത്തെ വഴക്കുകൾ തിരി ഉണ്ടാവുന്നില്ല. അപ്പൊ ഇതെന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഹെലനെ അദ്ദേഹം സ്നേഹിച്ചിട്ടേ ഇല്ല എന്നുള്ളത് ക്ലിയർ ആണ്. ആ ഹെലന്റെ പണം മാത്രം കണ്ട് ഹെലനെ കല്യാണം കഴിച്ച ആളായിരുന്നു. He had loved too much, demanded too much, and he bore it all out. ഇത് ഹാരിയുടെ ഇതിന് മുൻപുണ്ടായിരുന്ന വിവാഹ
സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണ്, ഹെൽത്തിനെ കുറിച്ച് പറയുന്ന ഇതല്ല. അപ്പം അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഈ കാര്യം ഈ പാരഗ്രാഫിൽ ഹാരിക്ക് മരണത്തോടുള്ള ഒരു ഭയം ആദ്യം ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഇല്ലാതാവുന്ന ഭാഗമാണ്. അത് എന്തുകൊണ്ട് ഇല്ലാതാവുന്നു എന്നുള്ളതിൻ്റെ ഒരു അനാലിസിസ് ആണ് ഇതിൽ കൊടുക്കുന്നത്. അത് പറയുന്നത് എന്താ വെച്ചാൽ ഈ രോഗാവസ്ഥയും ഈ ജീവിതത്തിൽ താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാതെ ഇരുന്നതിൻ്റെ ഒരു നൈരാശ്യവും എല്ലാം കാരണം ആകെ വയ്യാതായി, ടയേർഡായി. ആ ടയേർഡ്നെസ്സിൽ നിന്നാണ് ഈ നമ്മുടെ അന്ത്യം അടുത്തു, അല്ലെങ്കിൽ അത് ഇനി ആക്സെപ്റ്റ് ചെയ്യാമെന്നുള്ള ഒരു റിസിഗ്നേഷനിലേക്ക് അയാൾ എത്തിപ്പെടുന്നത്. അപ്പം അതിനുള്ള അത് എഴുതി പിടിച്ചേക്കുന്ന ആ ഭംഗിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫോർ ദിസ് ദാറ്റ് നൗ വാസ് കമ്മിങ്, അത് എന്താണ് കേട്ടോ, മരണത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ വെരി ലിറ്റിൽ ക്യൂരിയോസിറ്റി, എന്നും അതിനെക്കുറിച്ച് അത്ര വലിയ ആകാംക്ഷ ഒന്നും ഇനിയില്ല. ഇറ്റ് വാസ് സ്ട്രേഞ്ച് ഹൗ ഈസി ബീങ് ടയർഡ് ഇനഫ് മെയ്ഡ് ഇറ്റ്. ഈ മരണത്തെ സ്വീകരിക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥ വരാൻ തന്നെ കാരണം ആ ഒരു മടുപ്പിന്നാണ്, ഒരു വയ്യാതായ ഒരു അവസ്ഥയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ മനസ്സിലായി ആ അവസ്ഥയിൽ ഹാരി പറയുകയാണ്, ഹി വുഡ് നെവർ റൈറ്റ് ദ തിങ്സ് ഹി ഹാഡ് സേവ് ടു റൈറ്റ് അൺടിൽ ഹി ന്യൂ ഇനഫ് ടു റൈറ്റ് ദം വെൽ. അപ്പോൾ അത് നമ്മൾ അങ്ങനെയൊക്കെ നമുക്കൊക്കെ ആ വിചാരമുണ്ട്, നമ്മൾ നിനക്ക് എഴുതാറായിട്ടില്ല, കുറച്ച് കഴിയട്ടെ, നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തെളിഞ്ഞു വരട്ടെ എന്നിട്ട് എഴുതാം, അങ്ങനെ വിചാരിച്ചിട്ട്. അപ്പം ഹാരി തന്നെ പറയാൻ ആയിട്ടില്ല, ഞാൻ എഴുതാം. അങ്ങനെ ആയിട്ടില്ല എന്ന് പറഞ്ഞ സമയമായില്ല എന്ന് പോലും എന്ന് പറഞ്ഞ അവസാനം മരണത്തിൻ്റെ തൊട്ട് മുൻപിലെത്തി നിൽക്കുകയാണ് ഹാരി. അപ്പോൾ മേ ബി യു കുഡ് നെവർ റൈറ്റ് ദം ആൻഡ് ദാറ്റ് വാസ് വൈ യു കുഡ് നെവർ. അപ്പോൾ ആ സമയത്താണ് അത് ആ ഒരു റിയലൈസേഷൻ അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. ഒരു പക്ഷേ എനിക്ക് എഴുതാൻ കഴിവില്ലായിരുന്നിരിക്കാം, അതുകൊണ്ടായിരിക്കും ഞാനിത് ഇപ്പം എഴുതണ്ട എന്ന് വിചാരിച്ച് ഇതുവരെ ഈ അന്ത്യം വരെ ഞാൻ പിടിച്ചു നിന്നത്, എഴുതാതിരുന്നത്. എന്നിട്ട് ഇനിയിപ്പോൾ എഴുതാൻ അവസരങ്ങളില്ലല്ലോ, ഞാൻ മരണത്തിലേക്ക് എടുക്കുകയല്ലേ. വെൽ ഹി വുഡ് നെവർ നോ നൗ എന്ന് വെച്ചാൽ മരണം അന്ന് ആ ദിവസം ഹാരി മരിക്കുന്ന തൊട്ട് മുൻപേ ആണത്. ഇത് കുറച്ച് ഈ ഹിപ്പോക്രസിയെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഒരു ചെറിയ സംഘർഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. ഈ ധനികരായ സ്ത്രീകളെ കല്യാണം കഴിച്ചു, പ്രതിഭ നശിച്ചു, എഴുതാൻ കഴിയുന്നില്ല, എങ്കിലും അതിനൊക്കെ ഓരോ ന്യായീകരണം അദ്ദേഹം സ്വയം കണ്ടുപിടിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്? വേറൊന്നും കൊണ്ടല്ല, എനിക്കിപ്പോൾ ഈ ധനികരുടെ കൂടെ നടക്കണം, അല്ലെങ്കിൽ ധനം ഉണ്ടാവണം, അവരുടെ കൂടെ ജീവിക്കണം എന്ന് വിചാരിക്കുന്നല്ല. ഞാൻ ഇവിടെ ഒരു സ്പൈ ആയിട്ട് വന്നതാണ് ഇവരുടെ ഇടയിൽ. അവരെങ്ങനെയാണ് ജീവിക്കുന്നത് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനെക്കുറിച്ച് എനിക്ക് എഴുതാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങുന്നത്. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ എത്തുമ്പോഴേക്കും പിന്നെ എഴുതാനുള്ള അവസരം ഇല്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ട് ഇത് ശരിക്കും അങ്ങനെ ആയിരുന്നോ, അതോ ഞാൻ വെറുതെ എനിക്കൊരു ന്യായീകരണം കണ്ടുപിടിച്ചതാണെന്നൊക്കെ. അത് വളരെ മനോഹരമായിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ആ കാര്യങ്ങളാണ് അതിലെല്ലാം. അങ്ങനെ അപ്പോൾ അത് ഞാൻ അവസാനിപ്പിക്കുകയാണ്, കാരണം എനിക്കിന്ന് എല്ലാവർക്കും വളരെ മടുപ്പായി തോന്നുന്നു, എല്ലാവരും ഉറങ്ങുകയാണ്. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കാവ്യാത്മകതയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ തിരിച്ച് നമ്മൾ കാച്ചർ ഇൻ ദ റൈയിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക്, ഭാഷ, ഭംഗിയുള്ള ഭാഷയും ഭംഗിയുള്ള പ്രയോഗങ്ങളും തന്നെ വേണമെന്നില്ല കാവ്യാത്മകതയ്ക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കാച്ചർ ഇൻ ദ റൈ ഞാൻ കാണിച്ച സെൻറ്റൻസുകൾ ഭംഗിയുള്ള സെൻറ്റൻസോ യൂസേജോ ആണെന്ന് പറയാൻ കഴിയില്ല. ഇതിപ്പോൾ ഫോർ എക്സാമ്പിൾ ക്രാപ്പ് എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ ഡിക്സൺ ക്രാപ്പ്, അത് ക്രാപ്പ് എന്നുള്ള വാക്കൊന്നും അത്ര ഭംഗിയുള്ള വാക്കൊന്നുമല്ല, വളരെ കാഷ്വലായിട്ടുള്ള ഒരു വാക്കാണ്. പക്ഷെ എന്തുകൊണ്ടും ആ സ്ഥലത്ത് അത് ഉപയോഗിച്ചത് വളരെ ഉചിതമായി എന്ന് മാത്രമല്ല, അതിനെന്തോ ഒരു ക്വാളിറ്റി അത് കൊടുത്തു എന്നാണ്. അപ്പോൾ അങ്ങനെ ഇതിപ്പം ഈ എഴുതുന്നവരെല്ലാം ഇതിൻ്റെ ഘടനയും അതിൻ്റെ ഉപാധികളും പഠിച്ചെഴുതുന്നതൊന്നുമല്ല, അത് വരുന്നതാണ്, അത് നമുക്ക് നാച്ചുറലി ഉള്ള ഇതിൽ വരുന്നതാണ്. പക്ഷെ നമ്മൾ അത് വായിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും നമ്മളത് കുറച്ച് നേരം നിന്നത് അതിനെക്കുറിച്ച് ആലോചിക്കുകയും അതെന്തുകൊണ്ട് അങ്ങനെ ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഈ വാക്കുകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഈ വാക്ക് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി എന്നൊക്കെ നമ്മൾ ആലോചിച്ച് പോകും. അത് തന്നെയാണ് കാവ്യാത്മകത. പിന്നെ എന്തൊക്കെയോ നമുക്ക് മനസ്സിൽ ആ എഴുതിയതിൽ അപ്പുറമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ്. ശരി, അത്രയേ ഉള്ളൂ. ചേച്ചി വളരെ നന്നായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടു. എല്ലാവരും ശ്രദ്ധയോടെ കാവ്യാത്മകമായിരുന്നു. കഴിഞ്ഞ ഒരു മണിക്കൂർ, 1.5 മണിക്കൂറായി പോയത് അറിഞ്ഞിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് എത്രത്തോളം അതിനോട് ജസ്റ്റിസ് പുലർത്തുന്ന അറിയില്ല. എന്നാലും ചേച്ചി തുടങ്ങിയത് പ്രോസ് വേഴ്സസ് പോയട്രി എന്നുള്ള ഡെഫിനിഷൻ
തീർച്ചയായും അതൊരു നല്ലൊരു എല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്ക്. പലരും അതിന്റെ അർത്ഥം അത്രയും മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഓക്സ്ഫോർഡ് ഡിക്ഷണറി, കേംബ്രിഡ്ജ് അല്ലേ, എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ് ആൻഡ് ഐഡിയാസ് ഇൻ സ്റ്റൈൽ ആൻഡ് റിതം എന്ന അതാ ഞാൻ ഒരു സമ്മറി മനസ്സിലാക്കിയത് അല്ലെ. ആ ഒരു അത് വളരെ നല്ലൊരു ഒരു ഡെഫിനിഷനാണ് അല്ലേ. എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ് ആൻഡ് ഐഡിയാസ്, സ്റ്റൈൽ ആൻഡ് റിതം, അതാണ് ആ സമ്മറി. ആ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആണ്, എനിക്ക് അത്രയും എഴുതാൻ പറ്റില്ല. പിന്നെ വേർഡ്സ്വർത്ത് സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഫീലിംഗ്, വേർഡ്സ്വർത്ത് കവിതയെക്കുറിച്ച് പറയുന്നത് മനോഹരമായിരുന്നു. പിന്നെ ഫ്രോസ്റ്റിന്റെ ബുക്സസ് എന്ന് പറഞ്ഞ ആ ഒരു കവിതയെ പറ്റി പറഞ്ഞു, ചങ്ങമ്പുഴയെ പറ്റി പറഞ്ഞു. അത് മനോഹര. ആ ഒരു എക്സാമ്പിള് കവിതയെ പറ്റി പറയുമ്പോൾ താളാത്മകതയ്ക്ക് അത് അത്രയും നല്ലൊരു ഉദാഹരണം വേറെ മലയാളത്തിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മലയാളത്തിൽ ലോകത്തിൽ ഭാഷയിൽ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. കാരണം പിന്നെ അദ്ദേഹത്തിന് ഒഴുകല്ലേ, ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാവ്യദേവതയോട് എന്താണ് ഒരു കവിയല്ലേ അദ്ദേഹം. കുഞ്ചൻ അദ്ദേഹവുമാണ്, രണ്ടുപേരാണ് അങ്ങനത്തെ കവികൾ എന്നാണ് കേട്ടിട്ടുള്ളത്. ചിന്തിക്കേണ്ട ആവശ്യമില്ല, പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രാമായണത്തിലൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, രാമായണത്തിന്റെ എഴുത്തച്ഛൻ ഭാരതിയിൽ തിരമാലകൾ എന്ന പോലെ കൈരളി പദാവലി തോന്നണം കാലം ഇവർക്കൊന്നും പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല ചങ്ങമ്പുഴയ്ക്ക് മുന്നോട്ട്. അതേപോലെ ഈ ഉപാധികളെ പറ്റി പറഞ്ഞു. അതിനകത്ത് എനിക്ക് എല്ലാത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല, അതൊന്നും ഞാൻ ഒന്നുകൂടി സെർച്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇമേജറി നമുക്കറിയാവുന്നതാണ്. പിന്നെ അല്യൂഷൻ, ഡിക്ഷൻ, എപ്പിഗ്രാഫ്, യൂഫമിസം, ഇതിനൊക്കെ മലയാളം ഇക്വലന്റുകളുണ്ട്. ഇന്ന് ഒരുപാട് പറഞ്ഞില്ലേ. ഇപ്പൊ ഈ ഡിക്ഷൻ ഇതിപ്പോ ഭാഷാപ്രയോഗം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ. അതെ, ഭാഷാപ്രയോഗം എന്നാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ യൂഫമിസം എന്നുള്ളതിന് മൃദുക്തി എന്നാണ് കണ്ടത്. മൃദുവായിട്ടുള്ള ഉക്തി. അതെ അതെ കൂടുതലായിട്ട് വായിച്ച് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് കവിത എഴുതുന്ന ആൾക്കാർക്ക് അത് കുറച്ചും കൂടെ ഉപകാരപ്പെടും തോന്നുന്നു, അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇമേജറിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. യൂലിസിസിനെ പറ്റി സംസാരിച്ചു. നമ്മുടെ സുരേഷ് ജിയുടെ സ്വന്തമാണ് ജെയിംസ്. ഖസാക്കിന്റെ കാര്യം പറഞ്ഞു. അത് ഇവിടെ എല്ലാരും അത് അന്ന് ഖസാക്കിന്റെ സമയത്ത് പലപ്പോഴും വായിച്ച കാര്യങ്ങളാണ്. അത് എല്ലാരും മനസ്സിൽ കൂടെ ഒരു പ്രാവശ്യം കൂടെ കടന്നു പോകാൻ ചേച്ചിയുടെ സെഷൻ കാരണമായി എന്നുള്ളതാണ്. ആ ചുവന്ന വെയില്, എന്താണ് പതഞ്ഞൊഴുകുന്ന തോട്ടുവെള്ളം, അപ്പൊ അങ്ങനത്തെ പ്രയോഗങ്ങളുണ്ട്. വല്ലാത്ത പ്രയോഗങ്ങളാണ്. ഇരുളുന്ന ചുവപ്പിൽ മാണിക്യവുമായി കൂടുന്ന കിഴക്കൻ വണ്ടി. അപ്പൊ ആ കുറെ പ്രയോഗങ്ങള്. അതുപോലെ വീക്കെൻഡിന്റെ കാര്യം പറഞ്ഞു. ഭക്ഷണത്തിന്റെ എല്ലാം രണ്ട് തുടങ്ങുന്ന അത് ഒരു ഇതാണെങ്കിലും എന്താ പറയാ, അത്യുക്തി ആണെങ്കിലും അതൊരു വളരെ നന്നായിട്ട് പറ്റിയിട്ട്. വെള്ളാമ്പല ഇഡ്ഡലി അല്ലേ, അതൊരു നല്ലൊരു മനോഹരമായ പ്രയോഗമായിരുന്നു. അതുപോലെ കുന്ദരനെ പറ്റി പറഞ്ഞു. മ്യൂസിക് ആസ് ആന്റി വേർഡ്, അതെനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു വാക്കായിരുന്നു. മ്യൂസിക്, സംഗീതം വാക്കുകളുടെ ആന്റി വാക്ക് എന്താ പറയാ, മ്യൂസിക് ഉണ്ടാകുമ്പോൾ വാക്കുകൾ അപകർഷമാകുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു അല്ലെ. അതാ വാക്കുകളുടെ പൊള്ളത്തരം കാണിക്കാൻ കൂടി വേണ്ടിയാണ് അത് ഉപയോഗിച്ചത്. അങ്ങനെ വാക്കുകൾ പൊതുവെ പൊള്ളയാണ്, പക്ഷെ മ്യൂസിക് അത്രയും സത്യസന്ധതയുള്ളതാണെന്നുള്ള അർത്ഥത്തിലാണ്. അതുപോലെ മ്യൂസിക് ഉണ്ടാകുമ്പോൾ വാക്കുകൾക്ക് പ്രസക്തി നഷ്ടപ്പെടുന്നുണ്ടല്ലോ. ഞാൻ വായിച്ചത് ആന്റി വേൾഡ് ആണ്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു. ഇങ്ങനെ അല്ല, അദ്ദേഹത്തിന്റെ ഒരു സാമാന്യ രീതി നോക്കി കഴിഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ലോകത്തിനെതിരായിട്ട് പോകുന്ന ഒരാളാണല്ലോ. മ്യൂസിക് അദ്ദേഹത്തിന് മുക്തി കൊടുക്കുന്ന എന്തോ ആണെന്ന് വിചാരിച്ചു. പിന്നെ കാരൂരിന്റെ കഥകളെ പറ്റി പറഞ്ഞു. പിന്നെ ഒവിന്റെ റാവുത്തറിന്റെ മരണം, ആ
അത് പലർക്കും ഈ ചക്രു റാവുത്തർ അതെ. ചക്രു റാവുത്തർ മുങ്ങാങ്കോഴി മുങ്ങാങ്കോഴി എന്ന് വിളിക്കുന്നത്. അത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുന്ന വാക്കാണ്. അത് അയാളുടെ പിന്നിൽ എന്താണ് ചില്ലുവാതിലുകളോ നന്നായി അടഞ്ഞു അയാള് മുങ്ങി മരിക്കുന്നു. ഒരു വേറൊരു തലത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒരു പ്രയോഗമുണ്ട്, പൊരുൾ വിളിക്കുന്നതായിട്ട് തോന്നി ഒരു അൾട്ടിമേറ്റ് ട്രൂത്തിലേക്കാണ് ഈ ആ പൊരുൾ എന്നുള്ളത് ഭയങ്കര ആത്മീയത ഉണ്ടല്ലോ, എല്ലാത്തിലും ആത്മീയത ഉണ്ട്. അതിന് ഒരു മതാത്മകതയല്ല, ഒരു ആത്മീയത തന്നെയാണ്. ആ ഒരു പക്ഷെ ആത്മീയത സദാചാരവുമായിട്ട് അദ്ദേഹം ബന്ധിപ്പിക്കുന്നില്ല എന്ന് മാത്രം. രണ്ടും ഒരുമിച്ചാണ് അദ്ദേഹം കൊണ്ടുപോകുന്നത്. അതിപ്പോ നേരത്തെ പറഞ്ഞ ബാക്കിയുള്ള കുന്ദേരയുടെ രചനകളിൽ അത് കാണാം. പിന്നെ അലിഗറി, അനിമൽ ഫാം എന്നൊക്കെ പറഞ്ഞു, പാരബിൾസ്, ഹൈപ്പർബോൾ, ആ സംഗതികൾ കുറച്ചും കൂടെ നമ്മള് കൂടുതൽ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഹൈപ്പർബോളിനെ പറ്റിയിട്ടും പാരബിൾസിനെ പറ്റിയിട്ടൊക്കെ അത് വേറൊരു സെഷൻ ആക്കാം. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കൂടുതലായിട്ട് നമ്മൾ ChatGPT-നോടോ അല്ലെങ്കിൽ ഗൂഗിളിനോടോ ചോദിച്ച് മനസ്സിലാക്കണം എന്ന് വിചാരിക്കും. ഇത് ഒരു സെഷനിൽ കൊള്ളിക്കാൻ പറ്റുന്ന സംഗതിയല്ല. കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു. കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ശരിക്കും സുരേഷ് സാറ് കഥയെ പറ്റി ക്ലാസ് എടുത്ത പോലെ ചേച്ചിക്ക് ഇതിനെ പറ്റിയിട്ട് ക്ലാസ് എടുക്കാവുന്ന ഇത്രയും കാര്യങ്ങൾ അല്ലേ? പ്രമോദ് മറ്റു വൃത്തത്തിന്റെ ക്ലാസ് കുറെ ആൾക്കാർക്ക് ഇപ്പോഴും വൃത്തം എന്ന് പറയുമ്പോൾ എല്ലാവരും പ്രമോദിനെ ആലോചിക്കുന്നത്. അതുപോലെ ഒരു സീരീസ് ഓഫ് സെഷൻ തുടങ്ങണം. പിന്നെ സ്നോസ് ഓഫ് കിളിമഞ്ചാരോ പറഞ്ഞു. സ്നോ ഒരു മെറ്റഫർ ആയിട്ട് അദ്ദേഹം പല കഥകളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത്. പിന്നെ അതേപോലെ ഈ മഞ്ഞ് എന്ന് പറയുന്നത് അതിന്റെ നൈർമല്യം അല്ലെങ്കിൽ അതിന്റെ വിശുദ്ധി ആണ് അത് പ്രതിനിധീകരിക്കുന്നു എന്നുള്ള അഭി പറഞ്ഞു. അത് നല്ലൊരു ഇതായിരുന്നു, എന്താ പറയുക, ഇൻഫർമേഷൻ ആയിരുന്നു. അതേപോലെ ആ കഥകളെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു. അതിന്റെ ഘടന, ആ കറണ്ട് മോൾഡും തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരുന്നത് അല്ലേ? അതേപോലെ ആ ലിറിക്കൽ ലാംഗ്വേജ് എന്നുള്ള ആ ഒരു പുലി ചത്ത് കിടക്കുന്നതിനെ പറ്റിയിട്ട് ആ ഭാഗം, വാട്ട് ദ ലെപ്പേർഡ് വാസ് സീക്കിംഗ് അറ്റ് ദ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള ആ ഒരു ചോദ്യം അല്ലെ, എന്താണ് ഈ പുലി, എന്തിനാണ് അവിടെ എന്ത് നോക്കിയിട്ടാണ് അവിടെ പോയത് എന്നുള്ളത്. അതേപോലെ ഹാരി മരിക്കുന്നത് പ്ലെയിനിലാണ്, പുലി മരിക്കുന്നത് ഫ്ലൈറ്റിലാണ്. അപ്പൊ അതിനെ പറഞ്ഞു. പിന്നെ ഈ മരണത്തെ പറ്റി പറഞ്ഞു. അപ്പൊ മരണത്തെ പറ്റിയുള്ള ആ ഒരു അവസാനം വന്ന ആ ഒരു ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ